ഹേ ഹലോ വെൽക്കം ടു മിസ്റ്റേക്ക് ഓഫ് മായ. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബേസിക്കലി നമ്മളുടെ ഇപ്പം ഏപ്രിൽ 17th ടു റെസ്റ്റ് ഓഫ് ഏപ്രിൽ നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളൊരു റീഡിംഗ് ആണ്. സോ ഇതിൻ്റെ അകത്ത് നമ്മൾ കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി നോക്കുന്നുണ്ട്. വിച്ച് മീൻസ് നമ്മൾ എന്തെങ്കിലും മിസ്റ്റേക്സ്, നമ്മളുടെ കയ്യിൽ നിന്നും വരുന്ന എന്തെങ്കിലും മിസ്റ്റേക്സ് നമ്മളെ കാര്യങ്ങൾ മുന്നിലോട്ടേക്ക് പോകുന്നതിൽ ഹോൾഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതും കൂടെ നമ്മൾ ഇതിനകത്ത് ചെക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ടാരോട്ട് റീഡിങ്സ് ആയിരിക്കും കൂടുതൽ, ടാരോ കാർഡ്സ് ആയിരിക്കും കൂടുതൽ എടുക്കുന്നത് റാദർ ദാൻ ഒറേക്കിൾ കാർഡ്സ്. ഓക്കെ, സോ അങ്ങനെ ഒരു റീഡിംഗ് ആണ് നമ്മളിപ്പോൾ ഇവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് പൈൽ നമ്പർ 1, പൈൽ നമ്പർ 2, പൈൽ നമ്പർ 3 3 ഷെൽസ് ആണുള്ളത്. ഇതിനകത്ത് നിങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പൈൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, ഓക്കെ, ഹോപ്പ്ഫുള്ളി ഞാൻ വിചാരിക്കുന്നത് നിങ്ങളൊരു പൈൽ ചൂസ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ ഇതിനകത്ത് നിങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പൈൽ നിങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങളുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ കണക്ഷൻ തോന്നിയിട്ടുള്ളൊരു പൈൽ നിങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ബേസ്ഡ് ഓൺ ദ ഷെൽസ്. ഓക്കെ, നമുക്ക് എന്തായാലും പൈൽ നമ്പർ 1 എന്തൊക്കെയാണ് കാണിക്കുന്നത് എന്നുള്ളത് നോക്കാം, എന്തൊക്കെയാണ് മെസ്സേജസ് വെയിറ്റ് ചെയ്തിട്ടിരിക്കുന്നത് എന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ എനിക്ക് ഒരു സ്റ്റാർ സീഡ് കാർഡാണ് കിട്ടിയിട്ടുള്ളത്. സോ ലെറ്റ്സ് സീ വാട്ട് ഇസ് ദ മെസ്സേജ്. I'm seeing the blue flame. Spontaneous awakening, activation, integration time. Okay. ഇതിൽ എനിക്ക് തോന്നുന്നത് നിങ്ങൾ കുറേ നാളായിട്ട് എന്തൊക്കെയോ നിങ്ങളുടെ മനസ്സിൽ ഒരു വിഷമം അല്ലെങ്കിൽ ഒരു ഗ്രഡ്ജ് ആരുടെടുത്തെങ്കിലും ഉള്ളത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പേടി, ഇതൊക്കെ ഹോൾഡ് ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, പക്ഷേ ഇതൊക്കെ നിങ്ങളുടെ നെക്സ്റ്റ് ഫേസിൻ്റെ ഒരു ബിഗിനിങ് ടൈം ആണ് എന്നുള്ളത് തോന്നുന്നു. സോ ഈ ഒരു നെക്സ്റ്റ് ഫേസിൻ്റെ ഒരു ബിഗിനിങ്ങിലേക്ക് പോകുന്ന ഒരു ടൈം പീരീഡാണ് എനിക്കിവിടെ തോന്നുന്നത്. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾക്കൊരു സ്പോണ്ടേനിയസ് അവേക്കനിങ് വരുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് വളരെ പെട്ടെന്നായിട്ട് നിങ്ങളുടെ കാര്യത്തിൽ ഒരു പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ പോസിറ്റീവ് തോട്ട് വരുന്ന രീതിയിലുള്ള ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് നടക്കാൻ പോകുന്നുണ്ട് എന്നുള്ളത് കാണുന്നു. അതേപോലെ തന്നെ നിങ്ങൾക്കൊരു ആക്ടിവേഷൻ ആൻഡ് ഇൻറ്റഗ്രേഷൻ ടൈമാണ് എന്നുള്ളത് കാണുന്നു. ഓക്കെ, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നോട്ട് ജസ്റ്റ് നമുക്കൊരു പ്ലാൻ ഉണ്ടായാൽ പോരാ, നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മളുടെ കാര്യത്തിൽ ചെയ്യണം. അതായത് നമ്മളുടെ മനസ്സിൽ പ്ലാൻ ഉണ്ടാക്കി വെച്ചതുകൊണ്ട് കാര്യമില്ല. അതായത് എനിക്ക് ഇപ്പം 6 months എൻ്റെ ഒരു വെയിറ്റ് ലോസ് പ്ലാനാണ് എനിക്കുള്ളത്, പക്ഷേ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇന്ന് തൊട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആ ഒരു പ്ലാനിൽ കാര്യമില്ല. ഓക്കെ, സോ അതാണ് നമ്മളുടെ ഓരോരോ കാര്യങ്ങൾ ആക്ടിവേഷൻ ചെയ്യേണ്ടതും അതേപോലെ തന്നെ ആ ഒരു പ്ലാനുമായിട്ട് നമ്മൾ അലൈൻ ചെയ്യേണ്ട ഒരു ടൈമാണ് എന്നുള്ളത് കാണുന്നു. ഓക്കെ, നിങ്ങളൊരു ആക്ഷൻ എടുക്കുക. നിങ്ങൾക്ക് കുറച്ച് ആൾക്കാരുമായിട്ട് നിങ്ങളുടെ ഒരു സിറ്റുവേഷനെ പറ്റി ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യുക, അവരുമായിട്ട് കുറച്ചുകൂടി ടൈം സ്പെൻഡ് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നത്തിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിലോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പേടി ഫീൽ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു കാര്യത്തിന് പേടിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഉറക്കത്തിലോ എന്തെങ്കിലുമൊക്കെ രൂപങ്ങൾ കാണുക, എന്തെങ്കിലുമൊക്കെ പേടി നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ഒരു ഗാർഡിയൻ ഏഞ്ചൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പോർട്ടൽ ഓപ്പൺ ആക്കുന്നതാണ് എന്ന് മനസ്സിലാക്കി മുന്നിലോട്ടേക്ക് പോവുക. ദാറ്റ് ഈസ് നോട്ട് നിങ്ങൾക്ക് പേടിക്കേണ്ട ഒരു കാര്യമല്ല, നിങ്ങളുടെ ഫിയറിൻ്റെ ഒരു ഭാഗമല്ല, പകരം നിങ്ങളുടെ ഒരു ചേഞ്ചിൻ്റെ ഒരു ഭാഗമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഗ്രോത്തിൻ്റെ ഒരു ഭാഗമാണ് എന്ന് മാത്രം മനസ്സിലാക്കി മുന്നിലോട്ടേക്ക് പോവുക. ഓക്കെ, നിങ്ങൾക്കൊരു ഗ്രോത്ത് ഫേസ് നടക്കുന്നതിൻ്റെ ഇടയ്ക്കുള്ള ഒരു ബുദ്ധിമുട്ടാണ്. അത് നമ്മൾ അതിനെ ഫിയർ ആയിട്ടാണോ അല്ലെങ്കിൽ അതിനെ നമ്മൾ സപ്പോർട്ടിങ് ഒരു ഫിഗർ ആയിട്ടാണോ അതിനെ കാണുന്നത് എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ അകത്തുള്ള ചോദ്യം. ഓക്കെ, അങ്ങനെയുള്ള പേടികൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പേടി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത് വിത്ത് എ ബ്ലൂ ഫ്ലെയിം എനർജി. ഓക്കെ, അതിനകത്ത് നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് നമ്മുടെ കാർഡ്സിൽ നമുക്ക് എന്താണുള്ളതെന്ന് നോക്കാം. എന്തൊക്കെയാണ് മെസ്സേജസ് വെയിറ്റ് ചെയ്യുന്നത്, എന്തൊക്കെ മിസ്റ്റേക്സ് ഉണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അതിനകത്ത് ഫസ്റ്റ് തന്നെ എനിക്ക് കാണുന്നത് ഹാങ്ഡ് മാൻ എനർജിയാണ്. സോ ഹാങ്ഡ് മാൻ എനർജി വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് എന്താ പറയുക, ബാക്കി നിങ്ങളുടേതല്ലാത്ത ഉത്തരവാദിത്തങ്ങൾ നിങ്ങളുടെ തലയിലെടുക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ദിസ് കാർഡ് ഷുഡ് ബി ലൈക്ക് ദിസ്, സോറി. സോ നിങ്ങളതല്ലാത്ത കുറച്ച് ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ എടുക്കുന്നുണ്ട്, നിങ്ങൾ അനാവശ്യമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ തലയിലേറ്റി നടക്കുന്നുണ്ട് എന്നുള്ളത് കാണുന്നു. അത് ഫസ്റ്റ് ഒഴിവാക്കണം.
അതിനി നിങ്ങൾ ആ ഒരു സംഭവം എടുത്തുകൂടാ എന്നുള്ളത് കാണുന്നു. ഓക്കെ, സ്റ്റോപ്പ് ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് എഫക്റ്റ് ചെയ്യാനോ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതോ ലെവലിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എല്ലാത്തിനും ഒരു ബൗണ്ടറി കീപ്പപ്പ് ചെയ്യുക. അത് നിങ്ങളുടെ ഒരു മിസ്റ്റേക്കാണ്. അതായത് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ തലയിലെടുക്കുക, അനാവശ്യമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കുക എന്ന് പറയാം. നെക്സ്റ്റ് ഇസ് ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ്. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് മണി നിങ്ങളുടെ കയ്യിലേക്ക് വരുത്താനുള്ള ഒരു പവർ നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ടൈം പീരീഡിനുള്ളിൽ, അതായത് ഈ ഒരു ഏപ്രിൽ ടൈം പീരീഡിനുള്ളിൽ നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഐഡിയാസ് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളത് എനിക്ക് കാണാൻ പറ്റുന്നു. നിങ്ങൾ ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഭയങ്കര ലക്ഷറി എന്നുള്ളൊരു ആക്സെപ്റ്റ് അല്ലെങ്കിലും നിങ്ങൾക്ക് ഒരുപാട് മണി നിങ്ങളുടെ ആവശ്യത്തിന് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ലൈഫ് സ്റ്റൈൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള മണി നിങ്ങളുടെ അടുത്ത് ഉണ്ടാവും എന്നുള്ളത് കാണുന്നു. കൂടുതലായിട്ടും നിങ്ങൾക്ക് ക്രിയേറ്റീവ് ഫീൽഡിൽ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് വരാൻ പറ്റും എന്നുള്ളത് കാണുന്നുണ്ട്. ക്രിയേഷൻ എന്നുള്ള രീതിയിലുള്ള ഫീൽഡിൽ, ഹീലിംഗ് ഫീൽഡിൽ, അതേപോലെ തന്നെ ആൾക്കാരുടെ അടുത്ത് സംസാരിച്ച് അവർക്കൊരു സമാധാനം കൊടുക്കേണ്ട ഫീൽഡിൽ നിങ്ങൾ വളരെ നല്ല ആൾക്കാരായിരിക്കും എന്നുള്ളത് കാണുന്നു. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ഇൻറ്റ്യൂഷൻസ്, നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ഐഡിയാസ്, അതൊക്കെ നിങ്ങൾക്ക് റൈറ്റായിട്ട് വരുന്നൊരു ടൈം പീരീഡ് ആണ് എന്നുള്ളത് കാണുന്നു. മണി മാനേജ്മെൻറ്റിനെ പറ്റിയിട്ട് പഠിക്കുക, അത് ഒരു ഇമ്പോർട്ടൻറ്റ് ലൈഫ് ലെസൺ ആണ് എന്ന് മനസ്സിലാക്കി അതിനെപ്പറ്റി പഠിക്കണം എന്നുള്ളത് കാണുന്നു. ഓക്കെ, ഒരു ബുക്കുണ്ട് വിച്ച് ഇസ് ഐ തിങ്ക് സൈക്കോളജി ഓഫ് മണി എന്നാണെന്ന് തോന്നുന്നു. ഐ തിങ്ക് ആ ബുക്ക് ഇവിടെ എവിടെയോ ഉണ്ട്. അതെനിക്ക് വായിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ബട്ട് സ്റ്റിൽ അതൊരു നല്ല ബുക്കാണ്. പക്ഷേങ്കിൽ എന്താ പറയുക, നമ്മൾ ഫുൾ ലെങ്ത് റീഡ് ചെയ്യാൻ ഇത്തിരി പാടാണെന്നുണ്ടെങ്കിലും അതിന് കുഞ്ഞു കുഞ്ഞു കോൺടെസ്റ്റ് ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് എ ഗുഡ് ബുക്ക്. നിങ്ങൾ ഈ ഒരു മണി റിലേറ്റഡ് കാര്യങ്ങളും ഒക്കെ പഠിക്കണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, മണി മാനേജ്മെൻറ്റിനെ പറ്റി പഠിക്കണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നല്ല ബുക്കാണ്. സോ ഈ പറയുന്ന കാര്യങ്ങൾ, അതായത് മണി മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു മനുഷ്യന് നമുക്കിപ്പോൾ എത്ര വയസ്സായെന്നുണ്ടെന്നുണ്ടെങ്കിലും നമ്മൾക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ദാറ്റ് ഈസ് നമ്മൾ മണീനെ ഭയങ്കരമായിട്ട് ഹോൾഡ് ചെയ്താൽ അത് നമ്മളുടെ കൂടെ നിൽക്കില്ല. അത് നമ്മൾക്ക് ഒരുപാട് വിട്ട് കളഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിൽ നിന്നും പോകുകയും ചെയ്യും. സോ അതിനെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ പഠിച്ചിരിക്കണം എന്നുള്ളത് കാണുന്നു. ഓക്കെ, നെക്സ്റ്റ് ഐ എം സീയിങ് ദ ഹീറോഫാന്റ് എനർജി. ഹീറോഫാന്റ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു റിലേഷൻഷിപ്പ് ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു യെസ് ആണ്. അതേപോലെ തന്നെ ബിസിനസ് പാർട്ട്ണർഷിപ്പ് എന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ അതൊരു യെസ് ആണ്. പക്ഷേ ഒരു ട്രാവലിന് പറ്റിയ ഒരു കാർഡല്ല ഈ പറയുന്ന ഒരു ഹീറോഫാന്റ് കാർഡ്. ഓക്കെ, സോ ഈ ഒരു ഏപ്രിൽ മന്തിന് ട്രാവൽ റിലേറ്റഡ് കാര്യങ്ങൾ കുറയ്ക്കുന്നതായിരിക്കും നല്ലത്. പകരം ദിസ് ഇസ് ലൈക്ക് നിങ്ങൾക്കൊരു മാരേജ് അതിന് പറ്റിയിട്ടുള്ള, അതായത് യൂണിവേഴ്സ് ഗൈഡഡ് ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന മാരേജ്, അങ്ങനെയുള്ള കണക്ഷൻസ് കിട്ടാനും നല്ല പാർട്ട്നേഴ്സിനെ, നല്ല ഫ്രണ്ട്സിനെ ഒക്കെ കിട്ടാൻ ചാൻസസ് ഉള്ള ഒരു ടൈം പീരീഡാണ്. നിങ്ങളുടെ സോൾമേറ്റ് അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്തേക്ക് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് പോസിറ്റിവിറ്റി ഉണ്ടാവും എന്ന് തോന്നുന്ന രീതിയിലുള്ള വ്യക്തികൾ നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ഒരവസ്ഥ ഉണ്ടാവുന്ന ഒരു ടൈം പീരീഡാണ് എന്നുള്ളത് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ ആ ഒരു എനർജീനെ മാക്സിമം നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക, മുന്നോട്ടേക്ക് പോവുക. ഏപ്രിലിനെക്കാട്ടിലും മെയ് മന്താണ് അതിന് കുറച്ചുകൂടി നല്ലത് എന്നുള്ളതാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, ഏപ്രിലിനെക്കാട്ടിലും കുറച്ചുകൂടി നിങ്ങളുടെ ഒരു എനർജി വെച്ചിട്ട് മെയ് മന്തായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്നുള്ളത് കാണുന്നു. ബട്ട് സ്റ്റിൽ ഇതൊരു മാരേജ് ആൻഡ് ദിസ് ഇസ് ലൈക്ക് ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു റൈറ്റ് പ്ലേസ് ആണ് എന്നുള്ളതാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ഒരു റൈറ്റ് ടൈം ആണ് എന്നുള്ളത് കാണുന്നു. ഇതിൻ്റെ അകത്ത് വേറൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് പല കാര്യങ്ങളും നമ്മൾ ഒറ്റയ്ക്ക് തന്നെ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ട് പോകുന്ന ആൾക്കാരുണ്ടാവും. വളരെ സെൽഫ് ഇൻഡിപെൻഡൻറ്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. ഇൻഡിപെൻഡൻസി കുറച്ച് കൂടുതലായിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ മൈസെൽഫ്, എനിക്ക് കാര്യങ്ങൾ കുറച്ച് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യുക എന്ന് പറയുന്ന ഓവർ ഇൻഡിപെൻഡൻസി ഉണ്ട് എനിക്ക്. പക്ഷേ ഞാനൊരിക്കലും ആൾക്കാരുടെ അടുത്ത് ഹെൽപ്പ് ചോദിക്കുമ്പോൾ എനിക്ക് ഭയങ്കര മടിയൊക്കെയാണ്. സോ പക്ഷേ പോകെ ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് എല്ലാ സമയത്തും നമുക്ക് അങ്ങനെ എന്താ പറയുക, നമ്മളെ അങ്ങനെ സെൽഫ് ഇൻഡിപെൻഡൻ്റ് എത്ര ആയാലും നമുക്ക് ചില സമയത്ത് വി നീഡ് എ ഷോൾഡർ ടു ക്രൈ ഓൺ, അല്ലെങ്കിൽ ഒരു ആളുടെ സപ്പോർട്ട് നമുക്ക് വേണ്ടി വരും. സോ അങ്ങനെ അറ്റ്ലീസ്റ്റ് ഒരു 1% അടുത്ത് നിങ്ങളുടെ ബുദ്ധിമുട്ട് ഷെയർ ചെയ്യുക, അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ള നിങ്ങൾക്ക് ഒരു ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് നിങ്ങൾക്ക് ഹെൽപ്പ് ചോദിക്കാം എന്നുള്ളതാണ്. സോ ആസ്ക് ഫോർ ഹെൽപ്പ്. സോ മിസ്റ്റേക്ക് നമ്പർ 1, നിങ്ങൾ എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റീസ് എടുക്കുന്നുണ്ട്,
നിങ്ങൾക്ക് മണി മാനേജ്മെൻറ്റ് കുറച്ചുകൂടി നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. നെക്സ്റ്റ് ഈസ് നിങ്ങൾ ആസ്ക് ചെയ്യണം, ഹെൽപ്പിന് വേണ്ടി ചോദിക്കണം എന്നുള്ളതാണ്. അടുത്തതായിട്ട് എനിക്ക് വീണ്ടും ഒരു 2 ഓഫ് കപ്സ് കാർഡ് കിട്ടുന്നുണ്ട്. അതായത് ഏപ്രിൽ മന്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള ആൾക്കാരെ മീറ്റ് ചെയ്യാനും അവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനും പറ്റുന്ന ഒരു അവസ്ഥയുണ്ട് എന്നുള്ളത് കാണുന്നുണ്ട്. അവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ റീകൺസിലേഷൻ വരിക, അവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ കൂടുക, അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഗുഡ് ഫ്രണ്ട്ഷിപ്സും അതേപോലെ സോൾമേറ്റ് എനർജി കണക്ഷൻസ് കിട്ടാനുള്ള സാധ്യതയും എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ദാറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ എനർജി. സോൾമേറ്റ് കണക്ഷൻസ് വരാനുള്ള ചാൻസസ് എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഐ എം സീയിങ് എ പേജ് ഓഫ് പെൻറ്റക്കിൾസ് എനർജി. ഓക്കെ, പേജ് ഓഫ് പെൻറ്റക്കിൾസ് എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മണി നിങ്ങൾക്ക് ആരുടെയും കൊടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ മണി എവിടെയെങ്കിലും നിങ്ങളുടെ സ്റ്റക്കായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരേണ്ട ഒരു ടൈം പീരീഡ് ആയിട്ടുണ്ട് എന്നുള്ളത് കാണുന്നു. സോ ആ ഒരു സംഭവം നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ളത് എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, സോ അങ്ങനെയുള്ള എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള ചാൻസസ് എനിക്ക് കാണുന്നുണ്ട്. മണി നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരു സമയമാണ് എന്നുള്ളതാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. അതിൻ്റെ കൂടെ എനിക്ക് കാണാൻ പറ്റുന്നത് ഇസ് ദ 2 ഓഫ് വാൻസ് എനർജി. ഓക്കെ, 2 ഓഫ് വാൻസ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്തോ ഒരു കാര്യത്തിൽ വെയിറ്റിംഗ് പീരീഡിലാണ് എന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ 2 മന്ത്സ് ടൈം പീരീഡ് കൊടുക്കണം. അത് 2 മാസത്തേക്ക് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ നിങ്ങൾ ചെയ്യുക. അതിനുശേഷം ലെറ്റ് ഇറ്റ് ഹാപ്പൻ, അത് നടക്കേണ്ട പോലെ നടന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ സൈഡ് മാറി നിൽക്കുക. ഓക്കെ, അതുപോലെ അതിനെ അങ്ങ് വിട്ടേക്കുക എന്നുള്ളൊരു അവസ്ഥയാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, നിങ്ങൾ പുഷ് ചെയ്യേണ്ട, എല്ലാ കാര്യങ്ങളും നടക്കണം പറഞ്ഞിട്ട് അല്ലെങ്കിൽ നടക്കാത്തത് കൊണ്ട് ഫ്രസ്ട്രേഷൻ അതൊക്കെ ഒഴിവാക്കുക. ഓക്കെ, ആൻഡ് ഐ എം സീയിങ് ദ വീൽ ഓഫ് ഫോർച്യൂൺ. വെരി ഗുഡ് കാർഡാണിത്. അതായത് നിങ്ങൾ ലക്കി ആവുന്നുണ്ട് എന്നുള്ളൊരു കാർഡാണ്. അതേപോലെ തന്നെ നിങ്ങൾ ലൈഫിൽ നടക്കണം എന്നുള്ള കാര്യങ്ങൾ നടക്കാനുള്ള സമയം ആയിട്ടുണ്ട് എന്നുള്ളൊരു കാർഡും കൂടിയാണ്. സോ നിങ്ങളുടെ ലൈഫിൻ്റെ വീല് കറക്റ്റ് ആവുന്ന ഒരു ടൈം പീരീഡ് ആണ് ഇത് എന്നുള്ളത് കാണുന്നു. വിത്ത് ടാരോട്ട് എന്ന് ഇതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. വിച്ച് മീൻസ് ഇതിനകത്ത് ടാരോട്ടിൻ്റെ എല്ലാ ഫോർച്യൂണും ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ടാരോട്ട് എന്ന് എഴുതിയിട്ടുള്ള ഒരു കാർഡാണ്. സോ ഇതൊരു നിങ്ങളിപ്പോൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ അത് നടക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ് എന്ന് പറയുന്ന ഒരു കാർഡാണ് ഈ ഒരു വീൽ ഓഫ് ഫോർച്യൂൺ കാർഡ്. ഓക്കെ, സോ ഒരു 10 ദിവസം സമയത്തിൽ നിങ്ങൾക്ക് പറ്റുവാണെന്നുണ്ടെങ്കിൽ ഒരു മാനിഫെസ്റ്റേഷനോ അല്ലെങ്കിൽ ജേർണലിങ്ങോ എക്സാക്ട്ലി നിങ്ങൾക്ക് എന്താണ് താല്പര്യം അത് യൂണിവേഴ്സിൻ്റെ അടുത്തേക്ക് ഒരു 10 ഡേയ്സ് ടൈം പീരീഡ് യൂസ് ചെയ്തിട്ട് ചെയ്യുക. ദർ ആർ മെത്തേഡ്സ്, അതായത് ഇപ്പോൾ 369 മെത്തേഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ റിവേഴ്സ് മാനിഫെസ്റ്റേഷൻ മെത്തേഡിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോസിൽ. ആ ഒരു ഏതെങ്കിലും ഒരു മെത്തേഡ് നിങ്ങൾ ഈ ഒരു 10 ഡേയ്സ് യൂസ് ചെയ്യുക എന്നുള്ളത് കാണുന്നു. കാരണം നിങ്ങൾക്ക് ഒരുപാട് വ്യത്യാസം അതിൽ കാണാൻ പറ്റും എന്നുള്ളതാണ്. നിങ്ങളുടെ എക്സാക്റ്റ് ആഗ്രഹം നല്ല രീതിയിൽ ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യുക എന്നുള്ളതുണ്ടെങ്കിൽ. നെക്സ്റ്റ് എനിക്ക് കാണുന്നത് ഇസ് ദ മൂൺ കാർഡ്. ഓക്കെ, മൂൺ കാർഡ് വരുമ്പം കൺഫ്യൂഷൻസ് ഉണ്ടാവും. നിങ്ങളുടെ കൺഫ്യൂഷൻസ് ഒഴിവാക്കണം. നിങ്ങളുടെ മിസ്റ്റേക്സിൽ ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നിങ്ങൾ ഓവർ കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട്. നിങ്ങളുടെ ചോയ്സസിൽ എന്ത് തീരുമാനം എടുക്കണം, എന്ത് ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ ചോയ്സസിൽ കുറച്ച് ഓവർ കൺഫ്യൂഷൻസ് ഉണ്ടാവും. പക്ഷേ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മൂൺ കാർഡുള്ള ആൾക്കാർക്ക് ടു ബി കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരാൾക്കാരായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ അബണ്ടൻസ് അബണ്ടൻസ് കോച്ചിങ് അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാനുള്ള പവർ വളരെ കൂടുതലാണെന്നുള്ളതാണ്. മൂണുമായിട്ട് കണക്റ്റഡ് ആണ് നിങ്ങളെന്ന് മനസ്സിലാക്കുക. മൂണിൻ്റെ മൂഡ് സ്വിങ്സ് പോലെ തന്നെയായിരിക്കും നിങ്ങളും. അതായത് 14 ദിവസം നിങ്ങൾ ഓക്കെ ആയിരിക്കും, 14 ദിവസം നിങ്ങൾ ഓക്കെ ആയിരിക്കില്ല എന്നുള്ളൊരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവും. പക്ഷേങ്കിൽ ദാറ്റ് ഈസ് ഓക്കെ. കാരണം എല്ലാ നല്ലതിനും ഒരു മോശം ഉണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ആ ഒരു മോശം ഭാഗമാണ് ഇത് എന്നുള്ളത് മാത്രം കണ്ടിട്ട് അതിനെ വിട്ടേക്കുക. ഓക്കെ, സോ കൺഫ്യൂഷൻ ഉണ്ടായിക്കോട്ടെ, കൺഫ്യൂഷനെ നമ്മൾ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. കൺഫ്യൂഷൻ ഇസ് ഗുഡ്. പക്ഷേങ്കിൽ നമുക്ക് അങ്ങനെ കൺഫ്യൂസ്ഡ് ആകുമ്പം ആസ്ക് ഫോർ ഹെൽപ്പ്. ഓക്കെ, നമ്മൾ ഏറ്റവും കൂടുതൽ ട്രസ്റ്റ് ചെയ്യുന്ന ഒരാളുടെ അടുത്ത്, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടുമെന്ന് തോന്നുന്ന ഒരാളുടെ അടുത്ത് ആസ്ക് ഫോർ ഹെൽപ്പ്. അവർ ചിലപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഒപ്പീനിയൻ പറഞ്ഞു തരുമായിരിക്കും. ഫൈനൽ ഡിസിഷൻ ഇസ് യുവേഴ്സ്. ഞാനിപ്പം നിങ്ങൾ ടാരോട്ട് റീഡിങ് എടുത്താലും ഞാൻ പറയാറുണ്ട്, നിങ്ങളുടെ യുക്തിക്കനുസരിച്ചിട്ടാണ് നിങ്ങൾ അതിനൊരു ഡിസിഷൻ എടുക്കേണ്ടത്. ദിസ് ഇസ് മൈ ഡിസിഷൻ, അതായത് ദിസ് ഇസ് മൈ ഒപ്പീനിയൻ. ഈ ടാരോട്ട് റീഡിങ് ഇതാണ് പറയുന്നത്, പക്ഷേ നിങ്ങളുടെ കാര്യങ്ങൾ കൂടി ആലോചിച്ചിട്ട് മാത്രം ഇതിനകത്തൊരു ഡിസിഷൻ എടുക്കുക എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ എത്ര കൺഫ്യൂസ്ഡ് ആയെന്നുണ്ടെന്നെങ്കിലും നിങ്ങളുടെ ഒരു പർട്ടിക്കുലർ ഒരു ഭയങ്കരമായിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു പാർട്ട്ണറുടെ അടുത്ത് നിങ്ങൾ ചോദിച്ചു ഉത്തരം മനസ്സിലാക്കിയെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാം കൂടി അതിൻ്റെ പ്രോസും കോൺസും ഒക്കെ എഴുതി അതിനെ
അതിനെ മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോവുക. ഓക്കെ, പ്രോസ് ആൻഡ് കോൺസ് എഴുതുന്ന പറഞ്ഞപ്പോഴാണ് എൻ്റെ അടുത്ത് പലരും ചോദിക്കാറുണ്ട് എന്താണ് ഈ പ്രോസ് ആൻഡ് കോൺസ് എഴുതിയിട്ടുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു ഉപകാരം എന്താണ് എന്നുള്ളത് ചോദിക്കാറുണ്ട്. സോ ഈ പ്രോ ആൻഡ് കോൺസ് എഴുതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു ബുക്ക് എടുക്കുക. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇത് ലെങ്തി ആവുമെന്ന് എനിക്കറിയാം, ബട്ട് സ്റ്റിൽ ഐ വോണ്ട് ടു ഡു. ഇപ്പോൾ നമ്മൾ പ്രോ ആൻഡ് കോൺ എന്ന് പറഞ്ഞിട്ട് നമ്മൾ 2 കാളം വരച്ച് എഴുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്കൊരു സിറ്റുവേഷൻ കറൻ്റ്ലി ഉണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു എക്സാമ്പിൾ, ഐ വോണ്ട് ടു വർക്ക് ഇൻ ഏതെങ്കിലും ഒരു കൺട്രി, UK. ഫോർ എക്സാമ്പിൾ UK. അങ്ങനെ ഞാൻ ഐ വോണ്ട് ടു വർക്ക് ഇൻ UK എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിനൊരു ഇത് കൊടുത്തു കഴിഞ്ഞാൽ, പ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കാര്യങ്ങൾ, ഗുഡ് തിങ്സ്, അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ. കോൺസ് എന്ന് പറഞ്ഞാൽ ബാഡ് തിങ്സ് ആണ്. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ നമ്പർ ഇട്ട് എഴുതുക. 1, 2, 3, 4. ഇപ്പം ഞാൻ ഇപ്പോൾ UK വർക്ക് ചെയ്യുമ്പം ബെറ്റർ പേ ഉണ്ടാവും, ബെറ്റർ ലൈഫ് സ്റ്റൈലാണ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ. കോൺസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫാമിലിയിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരും, അല്ലെങ്കിൽ ഇപ്പോഴത്തെ എൻ്റെ സിറ്റുവേഷൻസിൽ എനിക്ക് പോയാൽ ശരിയാവില്ല, അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ എഴുതാം. ഇപ്പോൾ ഇതിൻ്റെ അകത്തുള്ള പോയിൻറ്റ്സ് കാണുമ്പോൾ തന്നെ ഇതിലൊരു 4, 5, 6 പോയിൻറ്റ്സ് ഉണ്ട്. ഇതിൻ്റെ അകത്തൊരു 3 പോയിൻറ്റ്സേ ഉള്ളൂ എന്നുണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇതൊരു ബെറ്റർ ഡിസിഷൻ ആണെന്നുണ്ടെങ്കിൽ. ഇതിൻ്റെ നമ്പർ കിട്ടിയിട്ട് ഇത് കൂടുതൽ ഗ്രേഡ് കിട്ടുന്നു അങ്ങനെയല്ല, പക്ഷേ നിങ്ങൾക്കിത് എഴുതുമ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി കൂടുതൽ ക്ലാരിറ്റി കിട്ടും. ഓക്കെ, വാട്ട് ടു ഡിസൈഡ് എന്നുള്ളതിൽ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ക്ലാരിറ്റി കിട്ടും എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു സംഭവം, ഈ ഒരു മെത്തേഡ് നമ്മൾ ചെയ്ത് നോക്കുന്നത് നല്ലതാണ് എന്ന് പറയുന്നത്. ഓക്കെ, ഏതൊരു കാര്യത്തിലും അതിനൊരു ഹെഡിങ് കൊടുത്ത് അതിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് 2 ഭാഗങ്ങളാക്കി അതിനെ എന്താ പറയുക, നമ്മൾക്ക് അതിനെ എഴുതി നമ്മളുടെ മനസ്സിലുള്ള ഡിസിഷൻസ് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു 100%-ല്ലാത്ത ഒരു ഐ വുഡ് സേ ഒരു 60% സോൾവ്. പിന്നെ ബാക്കി 40%-ൻ്റെ കാര്യം മാത്രമേ നമുക്ക് നോക്കേണ്ടതുള്ളൂ. ഓക്കെ, നമുക്ക് ലാസ്റ്റായിട്ട് കിട്ടിയിട്ടുള്ള കാർഡ് എന്ന് പറയുന്നത് ഡു ഐ ബിലീവ് ആം ഐ വർത്തി. നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ വർത്തിയാണോ, അതായത് നിങ്ങൾക്കൊരു ജോലി കിട്ടാൻ നിങ്ങൾ പ്രാപ്തനാണോ അല്ലയോ എന്ന് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരു ചിന്ത ഉണ്ടാവണം. ഓക്കെ, ഞാനത് ഡിസേർവ് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു 3/4 ഭാഗം കാര്യം കറക്റ്റായി എന്നുള്ളതാണ് പറയാം. ഓക്കെ, ഞാനിപ്പോൾ ഒരു പരീക്ഷ എഴുതാൻ പോവുകയാണ്. ഞാൻ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, പരീക്ഷ പഠിച്ചിട്ട് ഞാൻ പോയി പരീക്ഷ എഴുതുന്ന സമയത്ത് എനിക്ക് ഉണ്ടാവേണ്ടത് ഈ പരീക്ഷയിലെ പേപ്പർ എങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാലും എനിക്ക് ഒരു 70% എഴുതാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ ജയിച്ചു. അവിടെ ചിലപ്പോൾ നമുക്ക് 70%-ഉം നമ്മളുടെ ഇൻപുട്ട് വന്നോളണമെന്നില്ല. ഓക്കെ, ബട്ട് സ്റ്റിൽ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് എങ്കിലും ഉണ്ടാവുക എന്നുള്ളതാണ്. അത് എല്ലാ കാര്യത്തിലും ഉണ്ടോ എന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത്. ഓക്കെ, ആൻഡ് യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾ വർത്തിയാണ്, നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ സ്നേഹിക്കപ്പെടുന്നുണ്ട്. ഓക്കെ, യൂണിവേഴ്സ് ലവ്സ് യു എന്നുള്ളത് പറയുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിലൊരു ഡിവൈൻ ബ്യൂട്ടി ഉണ്ട്. ഓക്കെ, അത് നിങ്ങളുടെ ഉള്ളിലുള്ളൊരു ബ്യൂട്ടിയാണ്. അത് നിങ്ങൾ പുറത്തേക്ക് കാണിക്കണം. ഓക്കെ, നിങ്ങളുടെ ബ്യൂട്ടി എന്താണെന്നുള്ളത് യൂണിവേഴ്സിനും കൂടെ കാണണം എന്നുള്ള രീതിയിൽ നിങ്ങളതിനെ യൂണിവേഴ്സിനെ കാണിച്ചു കൊടുക്കുക. ബാക്കിയുള്ളവർക്ക് കാണിച്ചു കൊടുത്തിട്ടില്ലെങ്കിലും ലെറ്റ് യൂണിവേഴ്സ് സീ യുവർ ബ്യൂട്ടി. അതായത് ചിലപ്പോൾ നിങ്ങളുടെ ഹാർഡ് വർക്ക് ആയിരിക്കും നിങ്ങളുടെ ബ്യൂട്ടി, അല്ലെങ്കിൽ നിങ്ങളുടെ എന്താ പറയുക, നിങ്ങളുടെ ലോയലിറ്റി ആയിരിക്കും, നിങ്ങളുടെ സിൻസിയറിറ്റി ആയിരിക്കാം. ആ ഒരു ബ്യൂട്ടി യൂണിവേഴ്സ് കാണട്ടെ. ഓക്കെ, അത് നിങ്ങൾക്കൊരു ക്രൗൺ തന്നെ കൊണ്ടുതരും എന്നുള്ളത് യൂണിവേഴ്സ് പറയുന്നുണ്ട്. ക്രൗൺ ഇൻ ദ സെൻസ് ഒരു കിരീടം. ഐ ഡോണ്ട് നോ എന്താണ് അതിന് ആക്ച്വൽ പ്രൊനൗൺസിയേഷൻ എന്നറിയില്ല. ഞാൻ കുഞ്ഞിലേ തെറ്റിക്കുന്നൊരു സാധനമാണ്, അതുകൊണ്ട് എനിക്കറിയില്ല, ഇപ്പോഴും അറിയില്ല എന്താണത് ആക്ച്വലി പറയുന്നത്. ഓക്കെ, അത് നിങ്ങൾക്ക് കിട്ടും. അത് നിങ്ങൾ വെയർ ചെയ്യാൻ റെഡി ആയിക്കോളൂ. കിങ്ങിൻ്റെ ആ ഒരു സംഭവം വെയർ ചെയ്യാൻ റെഡി ആയിരിക്കോളൂ എന്ന് പറയുന്നു. ഓക്കെ, സോറി, നിങ്ങൾക്കൊരു വലിയ ഗോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഗോളിനെ കുഞ്ഞു സ്മോൾ ആയിട്ടുള്ള ഒരു എന്താ പറയുക സാധനമായിട്ട് മാറ്റാം. ഓക്കെ, അത് ചെറുതായിട്ട് ചെയ്ത് തുടങ്ങും. ഒരു ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ഈ പറയുന്ന, അല്ലെങ്കിൽ എനിക്ക് ഐ വാണ്ട് 1 crore rupees എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടില്ല. ഓക്കെ, സോ പെർ ഡേ നിങ്ങൾക്ക് എത്ര റുപ്പീസ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ ആ ഗോളിനെ കുഞ്ഞായി കൊണ്ടുവരാം. അറ്റ്ലീസ്റ്റ് 1 hour നിങ്ങൾക്ക് എത്ര പേ വേണം എന്നുള്ള രീതിയിലും നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. സോ ആ രീതിയിൽ നിങ്ങളുടെ കാര്യങ്ങൾ മാറ്റിയെടുക്കുക. ഓക്കെ, അങ്ങനെ ഒരു വലിയ ഗോളിനെ കുഞ്ഞായി കൊണ്ടുവരാം.
ആൻഡ് നിങ്ങൾക്ക് അപ്പോൾ കുഞ്ഞായി വരുമ്പോഴത്തേക്കും ഈ ഗോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് തോന്നും. ആൻഡ് ദാറ്റ് വിൽ നിങ്ങളുടെ മുന്നിലോട്ടേക്കുള്ള നിങ്ങളുടെ ജേർണിയിൽ അത് നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ആൻഡ് നിങ്ങളൊരു അഫർമേറ്റീവ് സെൻറ്റൻസ്, ഞാൻ പറഞ്ഞു നിങ്ങൾ ഈ അഫർമേഷൻ എന്തെങ്കിലും 10 ദിവസം പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളത്. ഇവിടെ തന്നെ ഞാൻ പറയാം, ഐ ആം വർത്തി ഓഫ് ഇറ്റ് ഓൾ. അതൊന്ന് എഴുതി വെച്ചോളൂ. ഐ ആം വർത്തി ഓഫ് ഇറ്റ് ഓൾ എന്നുള്ള ഐ ആം അഫർമേഷൻ എന്ന് പറയുന്നതിന് ഐ ആമും ഫ്രണ്ടിൽ വെച്ചിട്ട് ചെയ്യുന്നത്, അതായത് ഞാൻ എന്ന് പറയുന്ന സംഭവം വെച്ചിട്ടുള്ള അഫർമേഷൻ ഐ ആം അഫർമേഷൻ എന്ന് പറയും. ഈ ഒരു സാധനം 10 ഡേയ്സ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. 10 ഡേയ്സ് പ്രാക്ടീസ് ചെയ്യുമ്പം ചുമ്മാ നമ്മൾ എഴുതിയാൽ പോരാ, പക്ഷേ നമ്മളുടെ ഉള്ളിൽ തന്നെ തോന്നണം, ഓക്കെ ഇതെനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഡിസേർവിങ് ആണ്, ഞാൻ ഇത്രയൊക്കെ പഠിച്ചില്ല, ഞാൻ ഇത്രയൊക്കെ ചെയ്തില്ലേ, സോ ഇനി ബാക്കി ചെയ്യേണ്ടത് യൂണിവേഴ്സാണ്, എനിക്കിത് ഡിസേർവ് ചെയ്യുന്നുണ്ട്, അതെനിക്ക് കിട്ടേണ്ടതാണ്, എനിക്ക് കിട്ടേണ്ടത് എനിക്ക് കിട്ടും, അതെനിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് എന്നുള്ള ആ ഒരു വിഷ്വലൈസേഷനും കൂടി ഉണ്ടാവണം എന്നുള്ളതാണ് എനിക്ക് കാണുന്നത്. ഓൾമോസ്റ്റ് 1 pile റീഡിങ് 20 minutes ആയി. ഐ ഡോണ്ട് നോ എൻ്റെ ഫോണിൽ ഇനഫ് സ്പേസ് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല, ബട്ട് സ്റ്റിൽ ഓക്കെ ഐ എം സോ ഹാപ്പി ഫോർ യു ഗൈസ്. പൈൽ നമ്പർ 1, എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾക്ക് റീഡിങ് ചെയ്യാൻ പറ്റിയതിൽ. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ്സ് വേണമെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. ആൻഡ് ലെറ്റ്സ് സീ വാട്ട് ഈസ് വെയിറ്റിംഗ് ഫോർ യു. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അടുത്തതായിട്ട് നമുക്ക് പൈൽ നമ്പർ 2ലേക്ക് പോകാം. എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജസ് എന്നുള്ളത് നമുക്ക് നോക്കാം. പൈൽ നമ്പർ 2. Okay, so pile number 2 who have chosen ഈ ഒരു ഓറഞ്ച് ഷെൽ, നമ്മൾ ഗിൽഡഡ് വൈറ്റ് ടാരോ ആണ് എടുത്തിട്ടുള്ളത്, റിഡ വൈറ്റ് അല്ല, ഗിൽഡഡ് ടാരോ ആണ് എടുത്തിരിക്കുന്നത്. സോ യാ ലെറ്റ്സ് സീ. ഓക്കെ, ഐ എം സീയിങ് 4 of cups. 4 of cups വരുമ്പോൾ നമ്മളുടെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഓപ്പർച്യൂണിറ്റി കാണുന്നില്ല. ദിസ് ഈസ് ലൈക്ക് യൂണിവേഴ്സ് ഒരു ഓപ്പർച്യൂണിറ്റി തരികയാണ് നിങ്ങൾക്ക്. ഇത് ജസ്റ്റ് ഒരു ഇത് മാത്രം ആവണമെന്നില്ല കേട്ടോ. ഇതിപ്പം നമ്മൾക്ക് കപ്പ് എന്ന് പറയുമ്പോൾ എല്ലാവരും അത് ലവ് ആണെന്ന് വിചാരിക്കും. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ലവ്, അതെന്ത് വേണമെങ്കിലും ആവാം, എന്ത് കൈൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. നിങ്ങൾ പഠിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ കൂടുതൽ പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം, ജോബിനുള്ള ആളാണെന്നുണ്ടെങ്കിൽ ജോബിൻ്റെ ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം. നിങ്ങളുടെ സൈഡിൽ എന്തൊക്കെയോ ഉണ്ട്, നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയോ ഉണ്ട്, പക്ഷേ അതൊന്നല്ല റൈറ്റ് തിങ് നിങ്ങൾ ഇപ്പോഴും എടുത്തിട്ടില്ല, റൈറ്റ് തിങ് നിങ്ങളുടെ അടുത്തേക്ക് എപ്പോഴും എത്തിയിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. വിച്ച് മീൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിക്കോട്ടെ, നിങ്ങളുടെ കരിയറിലായിക്കോട്ടെ, നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഏരിയ ആയിരിക്കാം, അത് നിങ്ങൾക്ക് കണക്ട് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. സോ നിങ്ങളുടെ ഏതൊക്കെയോ കാര്യങ്ങൾ, നിങ്ങളുടെ അടുത്ത് എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്, നിങ്ങളുടെ അടുത്ത് ഒന്നും ഇല്ലാണ്ടല്ല, പക്ഷെ നിങ്ങളുടെ അടുത്തുണ്ട്, പക്ഷെ ദാറ്റ് ഇസ് നോട്ട് ദ റൈറ്റ് തിങ്. അത് കറക്റ്റായിട്ടുള്ള സാധനമല്ല, അതല്ല നിങ്ങളുടെ ശരിക്കുള്ള സാധനം എന്നുള്ളൊരു അവസ്ഥയാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. നെക്സ്റ്റ് എനിക്ക് കാണുന്നത് പേജ് ഓഫ് സോർട്സ് എമോജി. ഓക്കെ, പേജ് ഓഫ് സോർട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അഡോളസൻ്റ് ആയിട്ടുള്ള പിള്ളേർ ഉണ്ടാവുമല്ലോ, അതായത് നമ്മൾ വലിയ ആളും ആയിട്ടില്ല എന്നാൽ കുട്ടിയോ അല്ല എന്നുള്ളതിൽ. സോ അതിനറിയില്ല നമ്മുടെ കയ്യിൽ ഒരു കത്തി കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത്. അതേപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള ദേഷ്യം, ഭയങ്കരമായിട്ടുള്ള ഫ്രസ്ട്രേഷൻ, അതേപോലെ തന്നെ ഉള്ള കാര്യങ്ങൾ, അതായത് കുറച്ചുകൂടി ഒന്ന് മെച്ചുവർ ആവാനുണ്ട് എന്നുള്ളൊരു അവസ്ഥയിൽ നിൽക്കുന്ന സിറ്റുവേഷനാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങൾ ഏജ്ഡ് ആയിരിക്കാം, ഓക്കെ, ഏജ് വൈസ് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവാം, ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിരിക്കാം, പക്ഷേ ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി മെച്യൂരിറ്റി വരേണ്ടതുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക, കുറച്ചുകൂടി മാറ്റങ്ങൾ വരേണ്ടതുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, പെട്ടെന്ന് ദേഷ്യം വരുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാം. ഇപ്പം നിങ്ങൾക്ക് എന്തിനാണ് ദേഷ്യം വരുന്നത്, എന്തിനാണ് ഈ മൂഡ് സ്വിങ്സ് ഉണ്ടാവുന്നത് എന്ന് പോലും അറിയാത്ത അവസ്ഥ ഉണ്ടാവാം. ഇതൊക്കെ ഒരു എനർജിയുടെ പ്ലേ ആണെന്ന് മാത്രം മനസ്സിലാക്കുക. ഓക്കെ, സോ ഈ ഒരു ഏപ്രിൽ മന്തൊക്കെ മാറുന്നതോടെ ആ ഒരു എനർജി പ്ലേ മാറും എന്നുള്ളത് വിശ്വസിക്കുക. മിഡ് മെയിൽ ചില ആൾക്കാർക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മാറുന്ന ഒരു ടൈം പീരീഡാണ്. സോ മിഡ് മെയിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു മാറ്റങ്ങൾ ഉണ്ടാവാമായിരിക്കാം. ഓക്കെ, സോ അതുവരെ ഈ ഒരു സാധനം നിങ്ങളിങ്ങനെ ഫോളോ ചെയ്ത് നിൽക്കുന്നുണ്ടാകും, ബട്ട് അത് പേടിക്കണ്ട, അതിൻ്റെ അകത്ത് മാറ്റങ്ങൾ വരും എന്നുള്ളത് മനസ്സിലാക്കി മുന്നിലോട്ടേക്ക് പോവുക. നെക്സ്റ്റ് ഐ എം സേയിങ് കിങ് ഓഫ് കപ്സ് എനർജി. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൻ്റെ ഏരിയയിൽ നിങ്ങൾക്ക് കുറച്ച് ഡൗട്ട്ഫുൾ സിറ്റുവേഷൻസ് ഉണ്ട്, എന്തൊക്കെയോ ഡൗട്ട്സ് ഉണ്ട് നിങ്ങൾക്ക്. അത് അൺറിസോൾവ്ഡ് ആയിട്ട് അത് ഇരുന്നിട്ട് അത് പിന്നീട് മുന്നിലോട്ടേക്ക് പോകുമ്പോൾ
ഓരോരോ ഫൈറ്റ്സിലുമൊക്കെ അത് കയറി വരുന്നുണ്ടാവാം എന്നുള്ളൊരു അവസ്ഥയാണ്. അൺറിസോൾവ്ഡ് ആയിട്ടുള്ള മാറ്റേഴ്സ് റിലേഷൻഷിപ്പിൽ ഉണ്ടാവാനുള്ള ചാൻസസ് എനിക്കിവിടെ കാണുന്നു. അതേപോലെ തന്നെ ഫീമെയിൽസ് ഹു ആർ ലുക്കിംഗ് ഫോർ ന്യൂ റിലേഷൻഷിപ്പ്, അവർക്ക് പുതിയ റിലേഷൻഷിപ്സ് ഉണ്ടാവാനുള്ള ചാൻസസ് എനിക്ക് കാണുന്നുണ്ട്. സോ ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് എന്തൊക്കെയോ അൺറിസോൾവ്ഡ് കാര്യങ്ങൾ നിങ്ങൾ അത് എന്താ പറയുക, അത് പറഞ്ഞു തീർക്കാതെ വെച്ചതുകൊണ്ട് അത് വീണ്ടും വീണ്ടും പോപ്പ് ഔട്ട് ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവാം എന്നുള്ളത് കാണുന്നു. അതൊരു മിസ്റ്റേക്കാണ്. ആക്ച്വലി അത് പറഞ്ഞ് ക്ലിയർ ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഐ എം സീയിങ് എ സ്ട്രെങ്ത് കാർഡ്. ഓക്കെ, നിങ്ങളുടെ ഫുൾ സ്ട്രെങ്ത് യൂസ് ചെയ്തിട്ടില്ല എന്നുള്ളത് യൂണിവേഴ്സ് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഇതൊന്നല്ല നിങ്ങളുടെ കഴിവെന്ന് പറയുന്നത്, ഇതൊന്നല്ല നിങ്ങളുടെ ഏരിയ, അല്ലെങ്കിൽ ഇതൊന്നല്ല നിങ്ങളുടെ എക്സാക്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ. നിങ്ങൾക്ക് ഇതിലും മേലെ എന്തൊക്കെയോ ചെയ്യാൻ പറ്റും, അത് നിങ്ങൾ ഇതുവരെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോവുക. ആൻഡ് ഐ എം സീയിങ് ദ പേജ് ഓഫ് വാൻസ് എനർജി. പേജ് ഓഫ് വാൻസ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ക്രിയേറ്റീവ് സൈഡ് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നില്ല എന്നുള്ളതൊരു കാര്യമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഹോബീസ് ഉണ്ടായിരുന്നിരിക്കാം. നിങ്ങൾ കുഞ്ഞായിരുന്നപ്പോൾ നിങ്ങൾ ചിലപ്പോൾ പാടുമായിരിക്കാം, വരയ്ക്കുമായിരിക്കാം, ഡാൻസ് കളിക്കുമായിരിക്കാം. പക്ഷേ അതൊന്നും നിങ്ങളിപ്പോൾ ഫോളോ ചെയ്യുന്നില്ല. നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ജോലിയും നിങ്ങളുടെ വീടുമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയുമായിട്ട് ഒതുങ്ങിപ്പോയിട്ടുണ്ട്. പക്ഷേ അത് ഇൻ ലോങ് റൺ അത് നിങ്ങൾക്ക് പിന്നെ ബാക്കിലോട്ടേക്ക് തിരിഞ്ഞു നോക്കുമ്പം അതൊരു വിഷമമായിട്ട് തോന്നാൻ പാടില്ല എന്നുള്ളത് കാണുന്നു. ഈവൻ നിങ്ങളുടെ ഈ ഒരു പാഷൻ കൂടെ നിങ്ങൾക്ക് ഒരു മണി മേക്കിംഗ് പ്രോസസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലുള്ള പാഷനാണ് എന്നുള്ളതാണ് യൂണിവേഴ്സ് മനസ്സിലാക്കി തരാൻ ഉദ്ദേശിക്കുന്നത്. സോ ഇന്ന് തന്നെ നിങ്ങളുടെ ഹോബി എന്തെങ്കിലും പഴയതുണ്ടെന്നുണ്ടെങ്കിൽ അത് പൊടിയൊക്കെ തട്ടി പുറത്തേക്ക് എടുക്കാൻ ശ്രമിക്കുക. അതിന് വേണ്ടിയിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 15 minutes എങ്കിലും സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളത് കാണുന്നു. അടുത്തതായിട്ട് എനിക്ക് കാണുന്നത് കിങ് ഓഫ് പെൻറ്റക്കിൾസ്. ഓക്കെ, കിങ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് നിങ്ങൾക്ക് വർക്ക് ഫ്രം ഹോം ഓപ്ഷൻസ് കിട്ടുക എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്. അതായത് നിങ്ങൾ ഇരിക്കുന്നിടത്ത് ദർ വിൽ ബി മണി കമ്മിങ് ഔട്ട്. നിങ്ങൾ ഇരിക്കുന്നിടത്ത് തന്നെ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റുന്ന അവസ്ഥ, അവിടെ നിങ്ങളുടെ അടുത്തേക്ക് മണി വരുമെന്നുള്ളൊരവസ്ഥ. നിങ്ങൾക്ക് പലർക്കും ജോലി കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വ്യക്തിയായിട്ട് മാറാനുള്ളൊരവസ്ഥ. പലർക്കും നിങ്ങൾക്കൊരു എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ സൈഡിൽ നിന്ന് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു ഹെൽപ്പ് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു വ്യക്തി ആണ് എന്നുള്ളൊരവസ്ഥ. പലർക്കും ഒരു അഭിപ്രായം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ലൈഫിൽ ഒരുപാട് മുന്നോട്ടേക്ക് അവർ പോകും എന്നുള്ള രീതിയിലൊരു അവസ്ഥയുള്ളൊരു വ്യക്തി. അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള മണി ചിലർക്ക് ആവശ്യമുള്ള സമയത്ത് അവർക്ക് അത് കൊടുത്ത് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയായിട്ടും നിങ്ങൾക്ക് മാറാൻ പറ്റും എന്നുള്ളത് കാണുന്നു. ഓക്കെ, സോ അബണ്ടൻസ് ഓഫ് മണി ആണ് നിങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങൾക്ക് മണി ഇപ്പോൾ ഇല്ല എന്ന് വിചാരിച്ച് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഫ്യൂച്ചറിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നിങ്ങളുടെ ഈ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ റെക്ടിഫൈ ചെയ്യേണ്ടിയുണ്ട്. നിങ്ങൾ റൈറ്റ് ഓപ്പർച്യൂണിറ്റിയിലേക്കും അതേപോലെ തന്നെ നിങ്ങളുടെ എന്തൊക്കെയോ സൈഡ് ഹസിൽസ് ചെയ്യാൻ പറ്റുന്ന പോലെയുള്ള നിങ്ങളുടെ കഴിവുകളും ഒന്നും നിങ്ങൾ എക്സാക്റ്റ് രീതിയിൽ ഒരു ഓടി തട്ടി മുന്നോട്ടേക്ക് വരുന്നില്ല എന്നുള്ളതാണ്. അതിനുള്ള ടൈം ആകുമ്പം റൈറ്റ് ആയിട്ടുള്ള നിങ്ങൾ ആക്ഷൻസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഉണ്ടാവും എന്നുള്ളത് എനിക്കിവിടെ കാണാൻ പറ്റുന്നു. ആൻഡ് ഐ എം സീയിങ് 2 of Pentacles. നിങ്ങൾ ഈ പറഞ്ഞ കാര്യം കറക്റ്റാണ്. അതായത് നിങ്ങൾക്കൊരു 2 സംഭവം അറ്റ് എ ടൈം ചെയ്യേണ്ട ഒരു വ്യക്തിയാണ്. അതായത് നിങ്ങൾ ജസ്റ്റ് ഒരു സാലറീഡ് എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ സ്റ്റക്കായിട്ട് നിൽക്കേണ്ട ഒരു വ്യക്തിയല്ല. നിങ്ങൾക്ക് വേറെയും കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾക്ക് വേറെയും കുറച്ച് വർക്കുകൾ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. സോ അത് നിങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ആ ഒരു സംഭവം എന്താണെന്ന് കണ്ടെത്താനും ഒരു സൈഡ് ഹസിൽ ഉണ്ടാക്കാനും ശ്രമിക്കുക എന്നുള്ളതാണ്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങളുടെ ആസ്പെക്റ്റിൽ. നിങ്ങൾക്ക് ഇതൊരു സ്ട്രെങ്ത് കാർഡാണ്. സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് ഇല്ലാത്തൊരു സ്ട്രെങ്ത് ഉണ്ട് എന്നുള്ളതാണിത്. അതായത് നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റിലുള്ള ആൾക്കാരിലെക്കാട്ടിലും നിങ്ങൾ കുറച്ച് വേറിട്ട് നിൽക്കും എന്നുള്ളതാണ്. കിങ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലെ മണി വെച്ചിട്ട് ബാക്കിയുള്ളവരെ സഹായിക്കാൻ പറ്റും എന്നുള്ളതാണ്. നമ്മൾക്ക് അബണ്ടൻ്റ് മണി ഇല്ലെങ്കിൽ നമുക്ക് വേറൊരാളെ സഹായിക്കാൻ പറ്റില്ലല്ലോ. അതേപോലെ തന്നെ ഇതൊരു സിംഗിൾ ജോബ് അല്ല നിങ്ങൾക്കുള്ളത്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സിംഗിൾ ജോബ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സൈഡ് ഹസിൽ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതിനൊരു കാർഡാണിത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഹോബി എവിടെയോ നിങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുണ്ട് എന്നുള്ളതും, ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തൊക്കെയോ നിങ്ങൾ കുറച്ച് ഹീലിംഗ് എന്തൊക്കെയോ ആവശ്യമുണ്ട് എന്നുള്ളതും, നിങ്ങൾക്ക് ന്യൂ ബിഗിനിങ്സ് വരുന്നുണ്ട്. പക്ഷേ നിങ്ങൾ റൈറ്റ് ചോയ്സസ് അല്ല എടുക്കുന്നത് എന്നുള്ളതാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ഡോണ്ട് വറി, ഈ ഒരു റീഡിങ് ഇങ്ങനെ ആയതുകൊണ്ട് നിങ്ങൾ വറി ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ കുറച്ച് സംതിങ് ഡിഫറെൻറ്റ് നിങ്ങൾക്ക് ചെയ്യേണ്ടതുണ്ട്. നിങ്ങളുടെ ഈ റൊട്ടീൻ അല്ല റൈറ്റ് റൊട്ടീൻ എന്നുള്ളതാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ,
സ്റ്റാർ സീഡ് കാർഡ് എന്താണെന്ന് നോക്കാം. ഐ എം സീയിങ് ലോസ്റ്റ് ലാൻഡ്സ്, സോൾ മെമ്മറീസ് ആൻഡ് ഗിഫ്റ്റ്, യു ഹാവ് ഡൺ ദിസ് ബിഫോർ. ഇതിൻ്റെ അർത്ഥം എനിക്കത് തന്നെയാണ്. ലോസ്റ്റ് ലാൻഡ്സ് എന്ന് പറയുന്നത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ഫാമിലി പരമായിട്ട് ചിലപ്പോൾ നിങ്ങളുടെ ആൻസിസ്റ്ററൽ ഹൗസിലോ അല്ലെങ്കിൽ ആൻസിസ്റ്ററിൽ ഏതെങ്കിലും സ്ഥലത്തോ ഒക്കെ നിധി ഉണ്ടാവുക പറയില്ലേ, അങ്ങനത്തെയൊക്കെ ഉള്ള ആൾക്കാർക്ക് വരുന്നൊരു കാർഡാണിത്. ഓക്കെ, ഈ ലോസ്റ്റ് ലാൻഡ്സ് എന്ന് പറയുന്ന കാർഡ് നിധി കിട്ടാനും അങ്ങനെയൊക്കെയുള്ള ചാൻസസ് ഉള്ള എന്ന് വെച്ചാൽ ഇത് കുഴിക്കാൻ വേണ്ടി എനിക്ക് പോകണ്ട, അത് കിട്ടും എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ എങ്കിൽ ഐ എം സെയിങ് ഇതൊക്കെ നിങ്ങളുടെ ലാൻഡിൽ ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഒരു കാർഡാണത്. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നൊരു കാർഡാണത്. അതായത് നിധി ഉള്ള അല്ലെങ്കിൽ രാജ്യഭരണമൊക്കെ ഉണ്ടായിരുന്നില്ല ഭൂമിയിലൊക്കെ നിങ്ങൾക്ക് സ്ഥലം ഉണ്ടാവുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ്സ് നടന്നിട്ടുള്ള സ്ഥലത്ത് നിങ്ങളുടെ സ്പേസ് ഉണ്ടാവുക എന്നുള്ളൊരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഈ ലോസ്റ്റ് ലാൻഡ്സിൻ്റെ കഥ എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് നിങ്ങളുടെ ഗിഫ്റ്റ്, സോൾ മെമ്മറീസ് എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് ദൈവമായിട്ട് തന്നിട്ടുള്ള ഗിഫ്റ്റാണ്. നമ്മൾ ജനിച്ചു വീഴുമ്പോൾ നമുക്ക് ദൈവമായിട്ട് തരുന്നത് ചില കഴിവുകളായിരിക്കാം. അതേപോലെ തന്നെ ചിലവർക്ക് ഇപ്പോൾ ചില ഈസി ആയിട്ട് മാത്സ് ഒക്കെ പഠിക്കാൻ പറ്റുന്നവരെ കണ്ടിട്ടുണ്ടാവാം. അതായത് അവർക്ക് ഇൻബോൺ ആയിട്ട് അതിന് പറ്റിയിട്ടുള്ള ഒരു കഴിവുണ്ടാകും. ചിലർക്ക് മാത്സ് എന്ന് പറയുന്നത് കണ്ടെടുത്താൽ കണ്ടുകൂടാത്ത ആൾക്കാരും ഉണ്ട്. സോ അതുപോലെ എന്തൊക്കെയോ ഗിഫ്റ്റ്സ് നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ദാറ്റ് ഈസ് ട്രഷർ. ആ ഒരു സാധനത്തിനെ നിങ്ങൾ പരിപോഷിപ്പിച്ച് മുന്നോട്ടേക്ക് കൊണ്ടുവന്നേ പറ്റുള്ളൂ എന്നുള്ളത് ഇവിടെ കാണാൻ പറ്റുന്നു. അത് നിങ്ങളുടെ മെമ്മറി, സോൾ മെമ്മറിയാണ്. സോൾ മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പാസ്റ്റ് ലൈഫ് ഉണ്ട് എന്ന് പറയുന്നു, പാസ്റ്റ് ലൈഫ് റീഡിംഗ് ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ആ പാസ്റ്റ് ലൈഫിൽ നിന്നും നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള മെമ്മറിയാണ്. ആ മെമ്മറീസ് യൂസ് ചെയ്ത് മുന്നോട്ടേക്ക് പോവുക, അത് നിങ്ങൾ കളഞ്ഞു കളയരുത് എന്നുള്ളത് യൂണിവേഴ്സ് പറയുന്നുണ്ട്. ആൻഡ് ഐ എം ഗെറ്റിംഗ് ഇനഫ് റെസ്റ്റ് ടു റീസ്റ്റോർ മൈ എനർജി ഫുള്ളി ഷോസ് അപ്പ് ടു മൈ ലൈഫ്. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ ജോലി അല്ലെങ്കിൽ നിങ്ങളുടെ വർക്കിംഗ് പ്ലേസിലെ ജോലി, അല്ലെങ്കിൽ നിങ്ങൾക്ക് മെയിൽസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വർക്കിംഗ് പ്ലേസിലെ എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാനോ നിങ്ങളുടെ എനർജി റീസ്റ്റോർ ചെയ്യാനോ പറ്റുന്നൊരു ടൈം കിട്ടുന്നുണ്ടോ എന്നുള്ളത് നിങ്ങളോട് ചോദിക്കണം. അത് നിങ്ങൾക്കൊരു മിസ്റ്റേക്കാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഏതൊരു മനുഷ്യനും റെസ്റ്റിംഗ് ഫേസ് ഇസ് ഇമ്പോർട്ടൻറ്റ്. യു കാൺട്ട് വർക്ക് 24/7 അല്ലെങ്കിൽ 365 ഡേയ്സ് നമുക്ക് വർക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ല. നിങ്ങൾ ബിസിനസ് ഓണറാണ്, നിങ്ങളുടെ ജോബ് എന്തൊരു ജോബാണെന്നുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്കൊരു റെസ്റ്റ് ഫേസോ അല്ലെങ്കിൽ നേച്ചറുമായിട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന ടൈമോ ഒക്കെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോവുക. ആൻഡ് ഐ എം സെയിങ് യു ആർ ദ അസറ്റ്. നിങ്ങളുടെ അസറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്. ഓക്കെ, നിങ്ങളുടെ ബോഡി എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു വാഹനമാണ്. ഓക്കെ, സോ നിങ്ങളുടെ ബോഡിക്ക് ഇനി ഉറക്കം വേണം അല്ലെങ്കിൽ ഇനി റെസ്റ്റ് വേണം എന്ന് നിങ്ങളുടെ ബോഡി ചോദിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കൊടുത്തേ പറ്റുള്ളൂ എന്നുള്ളത്. ഓക്കെ, നിങ്ങൾ ഇന്ന് ചെയ്യേണ്ട ഒരു കാര്യം ഞാനിപ്പം ഫസ്റ്റ് ഫയലിന് ഐ ആം അഫർമേഷൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഗുഡ് ബാത്ത്, നിങ്ങൾക്ക് ഹോട്ട് വാട്ടർ ബാത്താണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മീഡിയം കോൾഡ് വാട്ടർ ബാത്താണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അങ്ങനെ. എന്നിട്ട് അങ്ങനത്തെ ഒരു ലാവൻഡർ എസെൻഷ്യൽ ഓയിൽ ആഡ് ചെയ്യാം. ലാവൻഡർ പ്രൈസി ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് എസെൻഷ്യൽ ഓയിൽ വേണമെങ്കിലും ആഡ് ചെയ്യാം. ഇറ്റ്സ് അപ്പോൺ യുവർ ഇൻട്രസ്റ്റ്. അതായത് ഓരോ എസെൻഷ്യൽ ഓയിലിനും ഓരോരോ ബെനിഫിറ്റ്സ് ഉണ്ട് എന്നുള്ളത് നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. സോ അതുപോലെ നിങ്ങൾക്ക് എന്തൊരു എസെൻഷ്യൽ ഓയിൽ ഈ ബാത്ത് എടുക്കുന്ന സമയത്ത് ആഡ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ കുറച്ചുകൂടി നേരത്തെ ഉറങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇന്നെങ്കിലും നിങ്ങൾ സാധാരണ ഉറങ്ങുന്നതിലും കുറച്ചുകൂടി നേരത്തെ ഉറങ്ങി കുറച്ച് നിങ്ങളുടെ ബോഡിക്ക് ഒരു റിലാക്സേഷൻ കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ ബോഡി നിങ്ങളുടെ അടുത്തേക്ക് താങ്ക് യു പറയുന്ന രീതിയിൽ, അതായത് ഓക്കെ ഇതെനിക്ക് ചെയ്തു തന്നതിന് നന്ദി എന്ന് പറയുന്ന രീതിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ബോഡിക്ക് വേണ്ടിയിട്ട് ഇന്ന് ചെയ്യുക. ഓക്കെ, ഗീവ് യുവർ സെൽഫ് ദ പെർമിഷൻ ടു റെസ്റ്റ്. അതായത് റെസ്റ്റ് ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് മനസ്സിലാക്കി തന്നെ മുന്നോട്ടേക്ക് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടും ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടൈം പീരീഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ഒരു റെസ്റ്റ് ടൈം കൊടുക്കുക എന്നുള്ളതാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, സോ ഇന്ന് ഈ ഒരു ബാത്ത് റൊട്ടീൻ നിങ്ങൾ എന്തായാലും ഫോളോ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു തരാനുള്ളത്. ഓക്കെ, നമുക്ക് അടുത്തതായിട്ട് പൈൽ നമ്പർ 3 ചൂസ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് നോക്കാം. അതിൻ്റെ മുന്നേ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. ലെറ്റ്സ് സീ
നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ്സിന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഓക്കെ, എന്തൊക്കെയാണ് നിങ്ങളുടെ സിറ്റുവേഷൻസ് എന്നുള്ള രീതിയിൽ നമുക്ക് റീഡിങ് നോക്കാൻ പറ്റും. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് പൈൽ നമ്പർ 3 ചൂസ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള റീഡിങ് നോക്കാം. എന്താണ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന മെസ്സേജസ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അതിൻ്റെ അകത്ത് ബേസ് കാർഡിൽ എനിക്ക് കാണാൻ പറ്റുന്നത് 7 ഓഫ് വാൻഡ്സ് എനർജി. സോ 7 ഓഫ് വാൻഡ്സ് എനർജി എന്ന് പറയുമ്പം ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ കുറച്ച് മെഡിറ്റേഷനോ അല്ലെങ്കിൽ സ്ട്രെസ് കുറച്ച് കുറക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് കാണുന്നു. നിങ്ങൾ ലോങ് ഡ്യൂ ആയിട്ട് വെച്ചിരിക്കുന്ന പ്രോജക്റ്റ്, അതായത് പ്രോകാസ്റ്റിനേഷൻ എന്തെങ്കിലും കാര്യത്തിൽ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ചെയ്യാം, കുറച്ച് കഴിഞ്ഞ് ചെയ്യാം എന്ന് വിചാരിച്ച് എന്തെങ്കിലും കാര്യത്തിനെ പുഷ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ളത് യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതുവരെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്പിരിച്വാലിറ്റി ഇൻ ദ സെൻസ് നിങ്ങൾ നേച്ചറായിട്ട് കണക്ട് ചെയ്യുന്നത് സ്പിരിച്വാലിറ്റിയാണ്. നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ എന്താണുള്ളത് എന്നുള്ളത് ഒന്നുകൂടി ഇൻട്രോസ്പെക്റ്റ് ചെയ്ത് എന്താണ് ആക്ച്വലി നിങ്ങളുടെ ലൈഫിലേക്ക് വേണ്ടുന്നത് എന്നൊക്കെ മനസ്സിലാക്കുന്നതൊക്കെ ഒരു പാർട്ട് ഓഫ് സ്പിരിച്വാലിറ്റിയാണ്. സോ സ്പെൻഡ് ടൈം വിത്ത് യുവർ സെൽഫ്. നിങ്ങളുമായിട്ട് കുറച്ചുകൂടി സമയം സ്പെൻഡ് ചെയ്യുക. നിങ്ങളുമായിട്ട് തന്നെ കുറച്ചുകൂടി നല്ലൊരു ഗുഡ് കണക്ഷൻ, റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെയുള്ളൊരു ടൈം പീരീഡ് ഉണ്ടാക്കുക. സെൽഫ് ലവ്, സെൽഫ് റെസ്പെക്റ്റ് ഇതിന് മുൻതൂക്കം കൊടുക്കുക എന്നുള്ളതാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. നെക്സ്റ്റ് എനിക്ക് കാണുന്നത് ഇസ് എ കിങ് ഓഫ് പെന്റക്കിൾസ് എനർജി. പൈൽ നമ്പർ 2-ലാണെന്ന് തോന്നുന്നു. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് അധികം പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ വീട്ടിലുള്ളിൽ തന്നെ ഇരുന്നിട്ട് നിങ്ങൾക്ക് മണി ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഐഡിയാസ് നിങ്ങൾക്കുണ്ട്, അതിനുള്ള കഴിവും നിങ്ങൾക്കുണ്ട്. കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ് എന്നുള്ളത് കാണുന്നുണ്ട്. അതിൻ്റെ കൂടെ എനിക്ക് കാണാൻ പറ്റുന്നത് നിങ്ങൾക്കൊരു സ്പിരിറ്റ് ആനിമൽ ഉണ്ടാവും. ഓക്കെ, അതിൽ ചില ആൾക്കാർക്കൊരു സ്പിരിറ്റ് ആനിമലിൽ എനിക്കിവിടെ ഒരു ഫോക്സിൻ്റെ ഒരു പിക്ചറാണ് എനിക്കിവിടെ കുറച്ചുകൂടി മുന്നിൽ കാണുന്നത്. ഓക്കെ, ഇത് ഭയങ്കര കണ്ണിങ് ആയിട്ടുള്ള ഒരു ആളാണ് എന്നുള്ളതാണ്. അതായത് ബാക്കിയുള്ളവർ ചിന്തിക്കുന്നതിലപ്പുറം ക്ലവറായിട്ട് ചിന്തിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പവർ നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ തോട്ട് പ്രോസസ്സും ഈസ് വെരി യുണീക്ക് എന്നുള്ളതാണ്. സോ അത് ബാക്കിയുള്ളവർ ചിന്തിക്കാത്ത ലെവലിലേക്ക് അല്ലെങ്കിൽ ബാക്കിയുള്ളവരെക്കാട്ടിലും എക്സലൻ്റ് ആയിട്ടുള്ള ലെവലിലേക്കുള്ള ഐഡിയാസ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, നമ്മൾ ഇപ്പം ചില കാര്യങ്ങളിൽ നമ്മളുടെ കണ്ണിങ് ആയിട്ടുള്ള ബുദ്ധി വേണ്ടി വരും. അതായത് നമുക്ക് കണ്ണിങ്നെസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ പിടിച്ചു വെക്കാൻ പറ്റുള്ളൂ ചില സ്ഥലത്ത്. സോ ആ ഒരു ബുദ്ധി നിങ്ങൾക്കുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ആ കണ്ണിങ് ആയിട്ടുള്ള നിങ്ങളുടെ ബുദ്ധി നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുക എന്നുള്ളത് എനിക്ക് ഈ ഒരു കാർഡിൽ എനിക്കിവിടെ കുറച്ചുകൂടി ഡോമിനൻ്റ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. സോ ആ ഒരു ലെവൽ ഓഫ് കാര്യങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കുക. അത് നിങ്ങളുടെ വർക്ക് പ്ലേസിലാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ലൈഫിൻ്റെ ആക്സെപ്റ്റിൽ എവിടെയെങ്കിലും ആണെന്നുണ്ടെങ്കിലും അത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ബിക്കോസ് അത് നിങ്ങളുടെ ലൈഫിലേക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതായിട്ട് എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അടുത്തതായിട്ട് എനിക്ക് കാണുന്നത് 10 ഓഫ് സോർഡ്സ് എനർജി. ഓക്കെ, ഇതിനകത്ത് എനിക്ക് നിങ്ങൾക്ക് പലപ്പോഴും ഒരു സപ്പോർട്ട് സിസ്റ്റം കിട്ടാത്ത ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ടാവാം എന്നുള്ളത് കാണുന്നുണ്ട്. ഓക്കെ, ഈ ഒരു സപ്പോർട്ട് സിസ്റ്റം അല്ലെങ്കിൽ നിങ്ങളൊരു റൈറ്റ് ഒരു ആൾക്കാർ അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള ആൾക്കാരുണ്ടാവുമല്ലോ, നമ്മൾക്ക് ഇവരുടെ കൂടെ നിൽക്കുമ്പോൾ ഒരു സമാധാനം കിട്ടുന്നുണ്ട്, ഒരു സ്പേസ് ഉണ്ട് എന്നുള്ള രീതിയിലുള്ള ആൾക്കാരെ നിങ്ങൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സമയം എടുക്കുക. അതായത് ഒരു തെറ്റായിട്ടുള്ള സ്ഥലത്ത് പോയി പെടുക എന്നുള്ളൊരവസ്ഥകൾ നിങ്ങൾക്ക് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, സോ അതൊന്ന് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നിങ്ങൾ വേറെ എവിടെയെങ്കിലും റീലൊക്കേഷനും കാര്യങ്ങളും ഒക്കെ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനൊരു കമ്മ്യൂണിറ്റി അവിടെ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം അങ്ങോട്ടേക്ക് പോവുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള റോങ് ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് പോകാനും റോങ് ആയിട്ടുള്ള സ്ഥലത്ത് സ്റ്റക്ക് ആവാനുമുള്ള ചാൻസസ് നിങ്ങളുടെ കാര്യത്തിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അതേപോലെ തന്നെ വെൻ ഇറ്റ് കംസ് ടു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളിലും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാമിലി അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം നിങ്ങൾക്ക് കിട്ടണമെന്നില്ല എന്നുള്ളതും കൂടിയാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ടായിരിക്കും എനിക്കിവിടെ 7 ഓഫ് വാൻഡ്സ് ഫസ്റ്റിൽ കാണുന്നത്. അതായത് നിങ്ങൾക്ക് സെൽഫ് സഫിഷ്യൻ്റ് ആയാൽ മാത്രമേ, അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾക്ക് ഒരു വില കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ
ഉണ്ടെങ്കിലും ഓക്കെയാണ്, അത് വേറൊരാളുടെ സപ്പോർട്ട് എനിക്ക് വേണം എന്നില്ല എന്നുള്ള രീതിയിലുള്ള ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ ഒരു ഡോമിനൻസ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇത്രയും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ്. സോ ഇതൊരു സെക്കൻഡ് പായിൽ നിന്നും വളരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറുള്ള ആൾക്കാരായിട്ട് തോന്നുന്നു. നിങ്ങൾക്ക് കുറച്ച് ആൾക്കാരുടെ സപ്പോർട്ട് വേണം, കുറച്ച് ആൾക്കാർ നിങ്ങളുടെ കൂടെ വേണമെന്നൊക്കെ ആലോചിക്കുന്ന ആൾക്കാരായിരിക്കാം, റാദർ ദാൻ ഒരു സെൽഫ് ഇൻഡിപെൻഡൻറ്റ് ആയിട്ടുള്ള ആൾക്കാരെക്കാട്ടിലും കൂടുതൽ. പക്ഷെ നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങളെ കൊണ്ടും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലുള്ള ഒരു പോസിറ്റീവായിട്ടുള്ളൊരു തോട്ട് നിങ്ങൾക്ക് ഉണ്ടാവണം. സോ അതിന് വേണ്ടിയിട്ടും നിങ്ങളുടെ സെൽഫ് റിലയൻസ് കൂട്ടാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് എന്ത് വന്നാലും കുഴപ്പമില്ല, ഞാൻ മുന്നോട്ടേക്ക് പോകും എന്നുള്ള ഒരു വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് എനിക്കിവിടെ കാണാൻ പറ്റുന്നു. നെക്സ്റ്റ് ഐ ആം സീയിങ് ദ 2 ഓഫ് സോഡ്സ് എനർജി. ഗ്രേറ്റ്. നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ബ്ലൈൻഡഡ് ആണ്, ചില കാര്യങ്ങൾ കാണാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്, ചില കാര്യങ്ങളിൽ എന്ത് ഡിസിഷൻ എടുക്കണമെന്ന് അറിയുന്നില്ല. അതേപോലെ തന്നെ ചില ആൾക്കാർ നിങ്ങളുടെ അടുത്ത് എന്തൊക്കെയോ മറച്ചു വെച്ചിട്ടുള്ള സ്വഭാവം കാണിക്കുന്നുണ്ടാവാം എന്നുള്ളത് കാണുന്നു. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ക്യാരക്ടർ ആണ് എന്നുള്ളത്, അതായത് എന്ത് ആണ് ഇവർ ഉദ്ദേശിക്കുന്നത്, എന്ത് ക്യാരക്ടറാണ് ഇവർ പുറത്തേക്ക് കാണിക്കുന്ന ക്യാരക്ടർ തന്നെയാണോ ഇവരുള്ളിൽ എന്നൊക്കെയുള്ള രീതിയിലുള്ള ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടാവാനുള്ള ചാൻസസ് എനിക്ക് കാണാൻ പറ്റുന്നു. ബട്ട് ഡോണ്ട് വറി, കാരണം ഇതൊരു 2 months ടൈം പീരീഡ് ഉണ്ടാവുന്ന ഒരു എനർജിയാണ്. അത് അതിന് ശേഷം മാറിക്കോളും എന്നുള്ളതാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇത് അത്ര നാൾ പെർസിസ്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ അല്ല. പക്ഷെങ്കിൽ ഈ ഒരു 2 months, ഈ വരുന്ന 2 മാസം നിങ്ങൾ ഈ ഒരു കാര്യം ആലോചിച്ചിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബുദ്ധിമുട്ട് ആലോചിച്ച് നിങ്ങൾ എന്താ പറയുക, ആൾക്കാരെ ബ്ലൈൻഡായിട്ട് വിശ്വസിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. അതിനകത്ത് ഒരുപാട് മണി ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നതോ അല്ലെങ്കിൽ റിസ്ക് ഇൻവോൾവ് ആയിട്ടുള്ളതോ കാര്യങ്ങൾ നിങ്ങൾ ബ്ലൈൻഡായിട്ട് വിശ്വസിക്കുന്ന ആൾക്കാരുടെ കൂടെ ചെയ്യാതിരിക്കുക. കാരണം ഈ ഒരു ടൈം അതിന് വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ള ഒരു ടൈം അല്ല എന്നുള്ളത് മാത്രമാണ് എനിക്കിവിടെ പറഞ്ഞു തരാനുള്ളത്. അതർവൈസ് ഇറ്റ്സ് ഓക്കെ. 5 of Cups എനർജി. ഓക്കെ, 5 of Cups എനർജിയിൽ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ട കാര്യങ്ങൾ ആലോചിച്ച് വിഷമിച്ചിരിക്കരുത്, അല്ലെങ്കിൽ പാസ്റ്റിനെ വെച്ചിട്ട് നിങ്ങളുടെ ഫ്യൂച്ചറിനെ ഡിസൈഡ് ചെയ്യാൻ അതിനൊരു പവർ കൊടുക്കരുത്. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതും നിങ്ങൾക്ക് ഒരുപാട് മുന്നോട്ടേക്ക് വരേണ്ടതുമായിട്ടുള്ളൊരു വ്യക്തിയാണ്. നിങ്ങൾക്ക് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടക്കേണ്ട ഒരു വ്യക്തിയാണ്. പക്ഷേ ഒരിക്കലും നിങ്ങൾക്ക് നെഗറ്റീവായിട്ടുള്ള ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പാസ്റ്റിൽ നടന്നു എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ഫ്യൂച്ചറിലേക്ക് മുന്നോട്ടേക്ക് മൂവ് ഔട്ട് ചെയ്യാതെ ഇരിക്കരുത് എന്നുള്ളതാണ് പറഞ്ഞു തരാനുള്ളത്. അതേപോലെ തന്നെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു സംഭവം ഹീൽ ചെയ്തിട്ട് ന്യൂ റിലേഷൻഷിപ്പിലേക്ക് പോകാൻ ശ്രമിക്കുക. കാരണം നിങ്ങളുടെ ഒരു എനർജി എന്ന് പറയുന്നത് പാസ്റ്റ് ബാഗേജസ് ക്യാരി ഓവർ ചെയ്യുന്ന ഒരു എനർജി ആയിട്ട് എനിക്ക് തോന്നുന്നു. അതായത് പാസ്റ്റിൽ നടന്നതൊക്കെ നിങ്ങൾ എടുത്തു വയ്ക്കും, എന്നിട്ട് അത് ബേസ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള ജഡ്ജ്മെൻറ്റ് നിങ്ങൾക്ക് വരിക എന്നുള്ളതാണ്. അത് നമ്മൾ ഒരിക്കലും ഒരു പാസ്റ്റ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ പാസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഹീലായിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ആവാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളതാണ്. സോ ബി വൈസ് ഇനഫ്, അതായത് പാസ്റ്റിലുള്ള സിറ്റുവേഷൻസ് വെച്ചിട്ട് നമുക്ക് പല കാര്യങ്ങളും ജഡ്ജ് ചെയ്യാൻ പറ്റും. പക്ഷേങ്കിൽ അതൊരു വിസ്റ്റമായിട്ട് മാത്രം വെക്കുക, അതൊരു അറിവ് മാത്രമായിട്ട് വെക്കുക. പക്ഷേങ്കിൽ അത് നമ്മൾക്ക് പുതിയ ഓപ്പർച്യൂണിറ്റീസ് വരുമ്പം അതെടുക്കാനോ അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ വരുമ്പോൾ അത് വേണ്ട എന്ന് വെക്കാനോ ഉള്ളൊരു ഒരു സംഭവമായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഫിയർ എന്നുള്ളൊരു സംഭവത്തിലേക്ക് മാറ്റരുത്. പകരം അതിന് ഫിയർ എന്നുള്ളതിന് മാറ്റിയിട്ട് അത് ഫിയർ എന്നല്ല, പകരം അത് എനിക്ക് കിട്ടിയിട്ടുള്ളൊരു ലെസനാണ് എന്ന് മാത്രം വിചാരിച്ച് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ എല്ലാത്തിനും ഒരു ചാൻസ് കൊടുക്കുക. നിങ്ങൾക്ക് പറ്റില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നതിൻ്റെ മുന്നേ, അതായത് എനിക്ക് വർക്കൗട്ട് ആവുന്നില്ല എന്ന് നിങ്ങൾ തീരുമാനം അല്ലെങ്കിൽ അതിനൊരു അൾട്ടിമേറ്റ് ഡിസിഷൻ എടുക്കുന്നതിൻ്റെ മുന്നേ നിങ്ങൾ അതിനൊരു ചാൻസ് കൊടുക്കുക. അതായത് നിങ്ങളൊരു ജോബാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇപ്പം എന്തെങ്കിലും ജോയിൻ ചെയ്തൊന്ന് വർക്ക് ചെയ്ത് നോക്കാനൊരു ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്യുക. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ സംസാരിക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് സംസാരിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് കാണുന്നത്. ഓക്കെ, അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി അതിന് കൊടുത്തു നോക്കുക. എന്നിട്ടും അത് വർക്കൗട്ട് ആവുന്നില്ല, അത് എനിക്ക് ശരിയാവുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ലെറ്റ് ഇറ്റ് ഗോ. ഓക്കെ, ഐ എം സീയിങ് പേജ് ഓഫ് വാൻഡ്സ് എനർജി. വളരെ പ്ലേഫുൾ ആയിട്ടുള്ളൊരു സ്പിരിറ്റാണ്, വളരെ ഇന്നോസെൻ്റ് ആയിട്ടുള്ളൊരു സ്പിരിറ്റാണ്. അതേപോലെ തന്നെ ഒരുപാട് എനർജി ഉള്ള ആൾക്കാരാണ് നിങ്ങൾ. ഒരുപാട് അത്ലറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതേപോലെ തന്നെ നിങ്ങളുടെ ബോഡീനുള്ളിൽ ഒരുപാട് എനർജി ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക.
ഓക്കെ. നിങ്ങൾക്ക് വളരെ നിങ്ങൾ ഒരുപാട് ഏജ്ഡ് ആയാൽ പോലും നിങ്ങൾക്ക് യങ് അറ്റ് മൈൻഡ് എന്ന് പറയില്ലേ, അങ്ങനെ വളരെ യങ് ആയിട്ട് എപ്പോഴും നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളത് എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. സോ അങ്ങനെയുള്ള എനർജിയുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു എനർജി നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും യൂട്ടിലൈസ് ചെയ്യാം. നോ മാറ്റർ നിങ്ങൾക്കിപ്പോൾ 60 വയസ്സായി ഞാനിത് കാണുവാണ്, ഞാൻ ഈ ഒരു വയസ്സിൽ എന്ത് ചെയ്യാനാണ്, എനിക്ക് ചാടാൻ പറ്റുമോ പിടിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റും. ബാക്കിയുള്ളവർക്ക് പറ്റുമോ പറ്റില്ലയോ എന്നുള്ളത് എനിക്കറിയില്ല, പക്ഷെ നിങ്ങൾക്ക് പറ്റും എന്നുള്ളൊരു എനർജിയാണ് നിങ്ങൾക്കുള്ളത്. ഓക്കെ. നിങ്ങൾക്ക് നിങ്ങളുടെ ഫിസിക്കിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് ഫിസിക്കൽ സ്ട്രെങ്ത് ആയിട്ടും ഫിസിക്കൽ സ്ട്രെങ്ത്തിൻ്റെ മെൻ്റൽ സ്ട്രെങ്ത് ആയിട്ടും തന്നെ നിങ്ങൾക്കൊരു കുഞ്ഞു കുട്ടിയുടെ സ്ട്രെങ്ത് ആണുള്ളത്. അതായത് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് കുഞ്ഞു കുട്ടി, അതായത് നമ്മളൊരു അഡോളസൻ്റ് ഏജൊക്കെ ആകുമ്പോൾ നമുക്ക് നല്ല സ്ട്രെങ്ത് ഉണ്ടാവും എല്ലാ കാര്യങ്ങളും ചെയ്യാനും ഓടാനും ചാടാനും ഒക്കെ. ആ ഒരു സ്ട്രെങ്ത് ഉള്ള ഒരു പേഴ്സൻ്റെ ഒരു മൈൻഡ് സെറ്റാണ് നിങ്ങൾക്കുള്ളത്. നോ മാറ്റർ നിങ്ങൾ 60 വയസ്സ് 70 വയസ്സായാലും നിങ്ങൾക്ക് നിങ്ങളുടെ കാലത്ത് തന്നെ നിൽക്കണം, എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം ഒരു മൈൻഡ് സെറ്റുള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ എന്നുള്ളതാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ. നെക്സ്റ്റ് എനിക്ക് കാണുന്നത് 6 ഓഫ് പെന്റക്കിൾസ് എനർജി. നിങ്ങൾ സഹായിക്കേണ്ടവരെ സഹായിക്കേണ്ട സമയത്ത് സഹായിക്കാം, പക്ഷെങ്കിൽ നിങ്ങളെ പറ്റിക്കുന്നതും നിങ്ങളെ ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ്, അതായത് നിങ്ങൾ എത്ര ചെയ്തു കൊടുത്താലും എന്ത് ചെയ്തു കൊടുത്താലും അതിനൊന്നൊരു വിലയില്ല എന്ന് കൽപ്പിക്കുന്ന ആൾക്കാരിൽ നിന്നും റിസ്ട്രെയിൻ ചെയ്യുക. ഓക്കെ. സംടൈംസ് നമ്മൾ കുറച്ച് നാളൊക്കെ നമ്മളിപ്പം പ്രത്യേകിച്ച് നമ്മൾ മലയാളികളായതുകൊണ്ട് നമ്മളുടെ ലൈഫ് റിവോൾവ് ചെയ്യുന്നത് ബാക്കിയുള്ളവർ നമ്മളെ പറ്റി എന്ത് ചിന്തിക്കും എന്നുള്ള ഒരു 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 സംഭവത്തിലാണ് നമ്മളുടെ ഒക്കെ കാര്യങ്ങൾ റിവോൾവ് ചെയ്യുന്നത്. ഓക്കെ. പക്ഷേ ഇതിനോടൊരു പ്രശ്നം ഉണ്ടാവുക എന്നല്ല, നമ്മളിപ്പോൾ നമ്മളുടെ ഒരു 60s 70s എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ പറഞ്ഞ ആൾക്കാരൊന്നും നമുക്ക് മാറ്റർ ചെയ്യുന്നില്ല എന്നുള്ളത്. അല്ലെങ്കിൽ ഇങ്ങനെ നമ്മളെ തളർത്താൻ വേണ്ടിയിട്ടും നമ്മളെ മുന്നോട്ടേക്ക് പോകാണ്ടിരിക്കാനും ഒക്കെ ഇങ്ങനെ ട്രൈ ഔട്ട് ചെയ്യുന്ന ആൾക്കാർക്കൊന്നും നമ്മളുടെ ലൈഫിൽ ഒരു രീതിയിലുള്ള ഹെൽപ്പും അവർ ചെയ്തു തരില്ല, അല്ലെങ്കിൽ അവരെ കൊണ്ട് നമ്മൾക്ക് ഒരു ഉപയോഗം ഉണ്ടാവില്ല. പകരം അവർ പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ചിട്ട് നമ്മളുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വേണ്ടാന്ന് വെച്ചിട്ടുണ്ടാകും. പക്ഷെ നമ്മൾ പിന്നെ ഒരു ലെവലിൽ എത്തുമ്പോൾ നമുക്കതൊന്നും പിന്നെ ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നാലോചിച്ചിട്ട് നമുക്ക് ഒരുപാട് വിഷമവും ഉണ്ടാവും എന്നുള്ളതാണ് ഒരു വലിയൊരു കാര്യമാണ്. അതൊരു വലിയൊരു ലെസനാണ്. കാരണം ഐ ഹാവ് സീൻ ലോട്ട് ഓഫ് പീപ്പിൾ, അതായത് നമ്മുടെ പേരൻസ് വീട്ടിലാണ്, അല്ലെങ്കിൽ പേരൻസിനെ നോക്കാൻ ആരുമില്ല എന്ന് വിചാരിച്ചിട്ട് അവരുടെ അവർക്ക് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യാൻ പറ്റും, പക്ഷെങ്കിൽ എന്നാലും അതൊക്കെ വിട്ടിട്ട് അവരുടെ പേരൻസിന് വേണ്ടിയിട്ട് നിൽക്കും. ആൻഡ് ദെൻ അവർക്ക് ചിലപ്പോൾ ട്രാവൽ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, പക്ഷേങ്കിൽ അവർക്ക് വേറെ സിബ്ലിങ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷേങ്കിൽ ആരും ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് അവരുടെ ലൈഫ് കംപ്ലീറ്റ്ലി അങ്ങ് സാക്രിഫൈസ് ചെയ്തിട്ട് പിന്നെ 60s 70s ആകുമ്പം ഓക്കെ എനിക്ക് അവിടെയൊക്കെ പോകണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഒന്നും നടന്നില്ല, ഇനി ഒട്ട് കാലും കാലൊന്നും വയ്യ, ഇനി പോകാനും വയ്യ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർ പറയും, അല്ലെങ്കിൽ സിബ്ലിങ്സിനെ വിളിച്ചിട്ട് ഒരു 2 ദിവസം നിൽക്കാൻ പറഞ്ഞാൽ മതിയായിരുന്നു, അങ്ങനെ ചെയ്തിട്ട് എനിക്ക് പോകുമായിരുന്നു എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. പിന്നെ നമ്മളത് ആലോചിച്ചിട്ട് ബുദ്ധിമുട്ടിയിട്ടോ വിഷമിച്ചിട്ടോ കാര്യമില്ല. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യമാണെന്നുണ്ടെങ്കിലും മേക്ക് അഡ്ജസ്റ്റ്മെൻറ്റ്സ്. അത് നിങ്ങൾക്ക് എല്ലാം എല്ലാ കാര്യങ്ങളും അറ്റ് എ ടൈം നമുക്ക് കറക്റ്റ് ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോകാൻ പറ്റണം എന്നില്ല. പക്ഷേങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പോം വഴി ഉണ്ടാക്കിയിട്ടെങ്കിലും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള, നിങ്ങളുടെ ഈ ഒരു ഏജിൽ നിങ്ങൾക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. വെൻ യു ഹാവ് മണി, വെൻ യു ഹാവ് ദ ഹെൽത്ത്, നിങ്ങൾക്ക് അതിനുള്ള സിറ്റുവേഷൻസ് ഉള്ള സമയത്ത് മാത്രമേ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കി തന്നെ മുന്നോട്ടേക്ക് പോവുക. ഓക്കെ. സോ നിങ്ങൾ ആരെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്, കറക്റ്റ് പേഴ്സണെയാണോ ഹെൽപ്പ് ചെയ്യുന്നത്, വേണ്ടവർ നിങ്ങളുടെ അടുത്ത് പറയുന്ന കാര്യങ്ങളാണോ നിങ്ങൾ എടുക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. ഓക്കെ. അനാവശ്യമായിട്ട് ബാക്കിയുള്ളവർ നിങ്ങളെപ്പറ്റി പറയുന്നത്, അതായത് നിങ്ങളെപ്പറ്റി മോശം പറയുക, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഭയങ്കര മോശമാക്കാൻ വേണ്ടിയിട്ട് സംസാരിക്കുന്ന ആൾക്കാരുണ്ടാവാം. സോ അങ്ങനെയുള്ള ആൾക്കാരെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക, ഒരു ബൗണ്ടറി കീപ്പ് ചെയ്യുക. ബൗണ്ടറിനെക്കാട്ടിലും ഡോണ്ട് ബി അവൈലബിൾ. അതായത് അവർക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് ആക്സസ് കിട്ടണം എന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്തേക്കുക എന്നുള്ളതാണ് അതിൻ്റെ അകത്തുള്ളൊരു മേജർ ലെസൺ. ഓക്കെ. നെക്സ്റ്റ് ഐ എം സീയിങ് 5 ഓഫ് പെന്റക്കിൾസ് എനർജി. 5 ഓഫ് പെന്റക്കിൾസ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇത് തന്നെയാണ് സംഭവം. ഈ 5 ഓഫ് കപ്സ് എനർജീൻ്റെ അതേ എനർജിയാണ് 5 ഓഫ് പെൻറ്റക്കിൾസിനും. പക്ഷേ ഇതിനകത്ത് ഒരു മാറ്റം വരും എന്നുള്ളതും കൂടിയാണ് പറയുന്നത്. എല്ലാത്തിനും ഒന്നും ഒരു കല്ലിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങളല്ല, എല്ലാ മാറ്റങ്ങൾ വരും, എല്ലാത്തിലും ഒരു ചേഞ്ച് വരും. സോ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾക്കൊരു ഡൗൺ ഹെഡ് ഫേസ് ചെയ്യേണ്ട ഒരു ടൈം പീരീഡാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു മെയ് മാസം വരെയെങ്കിലും വെയിറ്റ് ചെയ്യുക. മെയ് മാസം വരെ അത് മാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. നിങ്ങൾ ഈ ഒരു ടൈം പീരീഡ് കടന്നു പോയിക്കോട്ടെ, എൻ്റെ ഭാഗത്ത് നിന്ന് ഞാൻ സ്റ്റെപ്പ് എടുക്കുന്നില്ല, ഞാനിപ്പം ഇങ്ങനെ തന്നെ പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുക. ഈ ഒരു മെയ് മന്ത് വരെ മാറാൻ വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക എന്നുള്ളതാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇപ്പോൾ എനിക്ക് ബേസിക്കലി നിങ്ങളൊരു ലോ മോഡിലും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുള്ള ഒരു ടൈം പീരീഡിലും ഒക്കെ സ്റ്റക്കായിട്ട് ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് എനിക്ക് കാണാൻ പറ്റുന്നു. ഡെഫിനറ്റ്ലി അതിനൊരു മാറ്റം വരും എന്നുള്ളത് തന്നെയാണ് ഈസ് ഓഫ് പെൻറ്റക്കിൾസ്, അതായത് മെയ് മന്ത് തന്നെയാണ് കാണിക്കുന്നത്. ഈസ് ഓഫ് പെൻറ്റക്കിൾസിൽ എനിക്ക് കാണാൻ പറ്റുന്നത് ലോട്ടറി വിന്നിങ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലക്കി ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് നിങ്ങൾക്ക് എവിടെ നിന്നെങ്കിലും അൺഎക്സ്പെക്റ്റഡ് മണി കിട്ടാനുള്ള ചാൻസസ്, മണി ഉണ്ടാക്കാൻ പറ്റുന്ന സിറ്റുവേഷൻസ് കിട്ടാനുള്ള സാധ്യതകൾ ഒക്കെ എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. സോ ഈ ഒരു മണി മാറ്ററിലാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ സ്ഥലത്താണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു മെയ് മന്ത് ഒന്ന് എങ്ങനെയെങ്കിലും പുഷ് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഈ ഒരു ടൈമിൽ അധികം ഇൻവോൾവ്മെൻറ്റ്സ് അല്ലെങ്കിൽ സംസാരം പഠിക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. കാരണം ചിലപ്പോൾ അത് നമ്മളെ തിരിച്ച് വരാൻ ബൂമറാങ് പോലെ നമുക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള റിയാക്ഷൻസ് തരാനുള്ളൊരു ടൈം പീരീഡാണ് എന്നുള്ളത് മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോവുക. ഓക്കെ, നിങ്ങളുടെ മേലെ ഫോക്കസ് കൊണ്ടുവരാൻ ശ്രമിക്കുക. ബാക്കിയുള്ളവരുടെ കാര്യങ്ങളിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ മാറ്റി നിങ്ങൾക്കായിട്ടുള്ളൊരു സമയം കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഐ എം സീയിങ് സ്റ്റാർ കീപ്പർ. സോ സ്റ്റാർ കീപ്പർ എന്നുള്ളൊരു കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് കോസ്മിക് ആൻസിസ്റ്റർ, സീഡ് ദ ലൈറ്റ് ബൈ സ്റ്റാർട്ട് സ്റ്റേയിങ് ഗ്രൗണ്ടഡ്. നിങ്ങൾ കുറച്ച് നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സിനെ പറ്റിയിട്ട് അറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കേട്ടോ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മളെ ആൻസിസ്റ്റേഴ്സ് ആരൊക്കെയാണെന്ന് അറിയൽ. അതായത് നമ്മുടെ കുടുംബത്തിൽ ഇപ്പോൾ നമ്മുടെ അച്ചച്ചന്മാരുണ്ടാവും, അച്ചച്ചന്മാരുടെ മേലെയുള്ള ആൾക്കാരുണ്ടാവും. അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ളൊരു ഒരു പാർട്ടാണ് ലൈഫിൻ്റെ. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പാറ്റേൺ മനസ്സിലാവും. അവർ ചെയ്തിരിക്കുന്ന ജോലികൾ, അവർ ചെയ്തിരിക്കുന്ന വർക്ക്സ് എന്തൊക്കെയാണ്, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് അറിയുമ്പം നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഹിഡൻ ടാലൻസ് ഉണ്ടാവും. എനിക്ക് ജീൻ റെപ്രസെൻ്റ് ആവുന്നത് ഓൾമോസ്റ്റ് 6 ജനറേഷൻ വരെ ഓരോ ആൾക്കാരുടെ ജീൻ റെപ്രസെൻ്റ് ആവും എന്നാണ് പറയുന്നത്. അതായത് നമ്മളുടെ 6 ജനറേഷൻ വരെയുള്ള ആൾക്കാരുടെ പേര് നമുക്ക് ചോദിച്ചാൽ ഇപ്പോൾ അറിയുന്നുണ്ടാവില്ല. പക്ഷേ അവരുടെ ജോലി, അവർ ചെയ്തിരുന്ന കാര്യങ്ങൾ, അവരുടെ ആൻസിസ്റ്ററിലായിട്ട് നിങ്ങൾക്ക് കിട്ടിയ എന്തെങ്കിലും ബ്ലെസ്സിങ്സ് ഉണ്ടാവും എന്നുള്ളതാണ്. അവരുടെ പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. പക്ഷെങ്കിൽ അത് ചിലപ്പം എന്തെങ്കിലുമൊക്കെ ഒരു പാത്ത് ഫോളോ ചെയ്യേണ്ടി വരും അതിന്. അതായത് ഫോർ എക്സാമ്പിൾ അവരിപ്പം എന്തെങ്കിലും റൊട്ടീൻ ലൈക്ക് ഏതെങ്കിലും അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാറുണ്ട്, അല്ലെങ്കിൽ അവർ എന്തെങ്കിലും കൈൻഡ് ഓഫ് ജോബാണ് ചെയ്തുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ഹിഡൻ വിസ്ഡംസ് ഒക്കെ ഉണ്ട് എന്നുള്ളത്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്യാനും അത് വർക്കൗട്ട് ആവുന്ന എന്തെങ്കിലും വിസ്ഡംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ അറ്റ്ലീസ്റ്റ് അവരെ പറ്റി അറിയുന്നത്, അല്ലെങ്കിൽ അവരെ പറ്റി അറിയാൻ നിങ്ങൾ ശ്രമിക്കുന്നത് അവരുടെ ബ്ലെസ്സിങ്സ് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. സോ ലൈക്ക് നമ്മളുടെ ഇപ്പം ആഫ്റ്റർ ഡെത്ത് ഒരുപാട് കൈൻഡ് ഓഫ് ആത്മാ ഉണ്ട് എന്ന് പറയും. അതായത് ലൈക്ക് നമ്മളുടെ ബോഡി, നമ്മളുടെ സോൾ, അങ്ങനെയൊക്കെ. സോ അതിൻ്റെ അകത്ത് വൺ സോൾ ഇസ് നോട്ട് ലീവിങ് ദ എർത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വർഷം തോറും ലൈക്ക് വി ആർ ഡൂയിങ് ദ പൂജാസ് ആൻഡ് കർമാസ് ആൻഡ് ഓൾ. സോ അത് നമുക്ക് ആ ഒരു സോൾ വിച്ച് ഡസൻ ലീവ് എർത്ത് എന്ന് പോവാത്ത ആ ഒരു സോളിന് വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. സോ അതുപോലെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഡിവൈൻ ഏഞ്ചൽ, ഗാർഡിയൻ ഏഞ്ചൽ എന്നൊക്കെ പറയുന്നില്ലേ നമ്മളെ, അത് എന്ന് പറയുന്നതൊക്കെ നമ്മളുടെ ആൻസിസ്റ്ററിലായിട്ടുള്ള ആൾക്കാർ നമ്മൾക്ക് ഗാർഡിയനായിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. അവർക്കൊക്കെ നമ്മളെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷനിൽ നമ്മൾ പോവാണ്, ദർ ഈസ് എ ചാൻസ് ദാറ്റ് നമുക്കൊരു ആക്സിഡൻറ്റ് വരാൻ ചാൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിവിടാനും ആ ഒരു പിൻ പോയിന്റ് മൊമെൻറ്റിൽ നമുക്ക് വരുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അവർക്ക് മാറ്റിവിടാൻ വേണ്ടിയിട്ടുള്ള പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ അവരെ പറ്റി അറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ വി ആർ ട്രൈങ് ടു കണക്ട് വിത്ത് ദെം. അതായത് അങ്ങനെയുള്ള എനർജീസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്പിരിറ്റ് ഗൈഡ്സ് നിങ്ങളുടെ ചുറ്റിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ വിസ്ഡം നിങ്ങൾക്ക് തരാനും അവരുടെ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് തരാനും നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ശ്രമിക്കും എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതേപോലെ തന്നെ ഗ്രൗണ്ടിങ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, വാട്ട് ഈസ് ഗ്രൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക്
നിങ്ങൾക്ക് 1 സെക്കൻഡ്. സോ ദ നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത് ഇസ് ആം ഐ ഫോക്കസ്ഡ് ഓൺ വാട്ട് ഐ എം ലൂസിങ് ഓർ ഗെയിനിങ്. സെയിം കാർഡ്സ് ആണ്. ഐ എം സോ വണ്ടേർഡ്. ഇതെന്താണ്? ഇപ്പം നിങ്ങളുടെ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ നഷ്ടപ്പെട്ട സാധനങ്ങൾ എനിക്ക് ഇവിടെ ഇപ്പം ഈ ഒരു കാർഡ്സിൻ്റെ അകത്ത് ഈ ടാരോട്ട് കാർഡ്സും ഒറേക്കൽ കാർഡ്സും സെയിം വരിക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് എ കൺഫർമേഷൻ. കണ്ടോ? ഇതിൻ്റെ അകത്ത് ഇപ്പോൾ 5 ഓഫ് കപ്സും ഇവിടെ 5 ഓഫ് പാൻറ്റക്കിൾസും രണ്ടും ലോസിൽ ഫോക്കസ്ഡ് ആയിട്ടിരിക്കുകയാണ് എന്നുള്ളത് കാണുന്നുണ്ട്. അതെന്തൊക്കെയോ കാര്യങ്ങൾ നഷ്ടപ്പെട്ട ഒരു സംഭവത്തിൽ ആണ് നിങ്ങളുടെ കോൺസ്റ്റൻറ്റ് ഫോക്കസ് ഉള്ളത് എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. ഇതൊരു ഒറേക്കൽ കാർഡാണ്. ഈ ഒരു ഒറേക്കൽ കാർഡിലും ഇത് തന്നെയാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ ഓക്കെ ഇതിൻ്റെ അകത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചേഞ്ചിലൂടെ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കുക. എന്തൊക്കെയോ ഒരു ചേഞ്ച് ഉള്ള ഒരു സമയത്തിലൂടെ നിങ്ങളുടെ ലൈഫ് ഒപ്പം മാറി പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ലെറ്റ് ഗോ ചെയ്യാൻ പേടിയുണ്ട്. അതായത് ഇതെൻ്റെ ലൈഫിൽ ഇനി ഇല്ലാതെ പറ്റില്ല, പക്ഷേങ്കിൽ ഇത് ഇല്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഞാൻ വേണ്ടാന്ന് വെച്ചാലും ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമോ, അല്ലെങ്കിൽ അത് ശരിക്കും അങ്ങനെ ലെറ്റ് ഗോ ചെയ്ത് വിടാൻ പറ്റുന്ന ഒരു കാര്യമാണോ, അങ്ങനെയൊക്കെയുള്ള പേടികൾ നിങ്ങൾക്ക് ഉണ്ടാവാം എന്നുള്ളതാണ് കാണുന്നത്. ഓക്കെ, സോ നിങ്ങളിപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഫോക്കസ് ഒന്ന് ചെറുതായിട്ട് മാറ്റണം. അതായത് ഈ ഒരു ഒറ്റ കാര്യത്തിനെ പറ്റി ചിന്തിച്ച് ഫോക്കസ്ഡ് ആയിട്ടിരിക്കുന്നതിന് പകരം നിങ്ങളൊരു ഡിഫറെൻറ്റ് കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ഫോക്കസ് ഷിഫ്റ്റ് ചെയ്യണം എന്നുള്ളത് കാണുന്നു. ഓക്കെ, നിങ്ങൾക്ക് കിട്ടുമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് കയ്യിൽ നിന്ന് പോവുമോ എന്നുള്ള ഫോക്കസിനെക്കാട്ടിലും നിങ്ങളുടെ ഫോക്കസ് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇതുമായിട്ട് ബന്ധമില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് മാറ്റേണ്ട ഒരു സമയമാണ് എന്നുള്ളത് കാണുന്നു. നിങ്ങൾക്ക് ചില കാര്യങ്ങൾ എൻഡ് ആവേണ്ടതുണ്ട്, പക്ഷേങ്കിൽ അതൊരു പുതിയ ബിഗിനിങ് ആണ് എന്നുള്ളത് മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോവുക. നിങ്ങൾ ഈ ഒരു ഫോക്കസ് മാറ്റുന്നതോടെ തന്നെ നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിൽ ദൈവം തീരുമാനിക്കുന്ന അല്ലെങ്കിൽ യൂണിവേഴ്സ് തീരുമാനിക്കുന്ന ഒരു വിധി കിട്ടും എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, ഓൺലി തിങ് ഈസ് ദാറ്റ് നിങ്ങൾ അതിൻ്റെ അകത്ത് ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒന്ന് യൂണിവേഴ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വിചാരിക്കുന്നത് ഈ ഒരു കാര്യമാണ്. നിങ്ങൾ ഈ ഒരു ഒറ്റ ആ ഒരു സംഭവം, അതായത് നിങ്ങളുടെ മനസ്സിൽ ഇപ്പം നിങ്ങൾ ആലോചിക്കുന്നുണ്ടല്ലോ, ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ജയിക്കോ തോൽക്കോ എന്നുള്ളൊരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത് നിങ്ങൾ ജീവിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്തൊരു റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് നിങ്ങൾ സ്റ്റക്കായി പോകും, നിങ്ങൾ ഒരുപാട് വേദനിച്ചു പോകും എന്നുള്ളത് യൂണിവേഴ്സിന് തോന്നുന്നുണ്ടാവാം. ഓക്കെ, അതിൻ്റെ അകത്ത് പോസിറ്റീവ് റിസൾട്ട് വന്നാലും നെഗറ്റീവ് റിസൾട്ട് വന്നു കഴിഞ്ഞാലും ഏതൊരു റിസൾട്ട് വന്നു കഴിഞ്ഞാലും നിങ്ങൾ അതിൻ്റെ അകത്ത് ഓവറായിട്ടും നിങ്ങളുടെ എനർജി സ്പെൻഡ് ചെയ്യേണ്ട എന്നുള്ളതാണ് യൂണിവേഴ്സിൻ്റെ തീരുമാനം. സോ അവർ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഒരു ഡിഫറെൻറ്റ് കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് നിങ്ങളുടെ ലൈഫ് മുന്നോട്ടേക്ക് കൊണ്ടുപോകും. അതിലകത്തേക്ക് എന്ത് തീരുമാനം എടുക്കണം എന്നുള്ളത് യൂണിവേഴ്സ് തീരുമാനിച്ചോളാം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് ഇന്ന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. ഓക്കെ, നിങ്ങളിപ്പോൾ പോകുന്ന, അതായത് നിങ്ങളുടെ ലൈഫിൽ ഇപ്പം നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുന്നൊരു സമയമാണെന്നുള്ളത് കാണുന്നുണ്ട്. ഇപ്പം വരുന്ന ചേഞ്ചസിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ഗെയിൻസിനെ പറ്റിയിട്ട് ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. ഓക്കെ, അതായത് ഈ ഒരു ചേഞ്ചസിലൂടെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഗെയിൻസിനെ പറ്റി മാത്രം ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. നിങ്ങൾക്ക് ഒരു ഡീപ്പ് ബ്രെത്ത് എടുക്കുക, നിങ്ങളുടെ ഹാർട്ട് ഫീൽ ചെയ്യുക, ഹാർട്ട് ബീറ്റ് ഫീൽ ചെയ്യുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക, ഇതിൻ്റെ അകത്ത് എനിക്ക് ഗെയിൻ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നിട്ട് ട്രസ്റ്റ് ചെയ്യുക. അമേസിങ് തിങ്സ് ആർ കമ്മിങ് എന്നുള്ളത് നിങ്ങൾ യൂണിവേഴ്സിൻ്റെ അടുത്ത് ഒച്ചയായി തന്നെ പറയുക, അമേസിങ് തിങ്സ് ആർ കമ്മിങ്. എന്നിട്ട് ആ ഒരു ചാപ്റ്റർ ഇവിടെ ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു കാര്യത്തിനെ പറ്റി ആലോചിച്ചിട്ട് വേറെ ചെയ്യുക, ഇത് ലൂസ് ചെയ്യുമോ അല്ലെങ്കിൽ ഇത് കറക്റ്റ് ആവുമോ ഇല്ലയോ എന്ന് നിങ്ങൾ ആലോചിച്ച് വേറെ ചെയ്യുന്നത് ഒഴിവാക്കുക എന്നുള്ളതാണ് കാണുന്നത്. ഓക്കെ, ഇങ്ങനെ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാം. സോ ദിസ് ഈസ് വാട്ട് യൂണിവേഴ്സ് ഈസ് ആസ്കിങ് യു ടു ഡു. ഇതാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള മെസ്സേജ്. പിന്നെ പലപ്പോഴും നമ്മൾ പൈൽ റീഡിങ് ചെയ്യുമ്പോൾ പലതിൻ്റെയും ടൈമിങ്സ് ഡിഫറെൻ്റ് ആയിരിക്കും, പല പൈലിൻ്റെയും ദ amount ഓഫ് മെസ്സേജസ് ഡിഫറെൻ്റ് ആയിരിക്കും. അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവരെല്ലാവരും പറയാറുണ്ട് അത് ഒരേപോലെ ആക്കാൻ വേണ്ടി ശ്രമിക്കണം എന്നുള്ളത്. പക്ഷേങ്കിൽ
ദ തിങ് ഇസ് അത് മെസ്സേജ് വരുന്നതിനനുസരിച്ചാണ്. അതായത് ചിലവരുടെ എനർജി ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് തരാനുള്ള മെസ്സേജസ്, യൂണിവേഴ്സ് ഇത്ര മെസ്സേജസ് നിങ്ങൾക്ക് തരാനുള്ളൂ, നിങ്ങൾക്ക് കൂടുതൽ കുഴപ്പങ്ങളൊന്നുമില്ല, നിങ്ങൾ പോകേണ്ട പോലെ പോയാൽ മതി എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജസ് കുറവായിരിക്കും. പക്ഷെ ചിലവർക്ക് വാർണിങ്സ് കൂടുതലായിരിക്കും, ചിലർക്ക് മെസ്സേജസ് കുറച്ച് കൂടുതലുണ്ടാവും. അതുകൊണ്ടാണ് ഇതിൻ്റെ അകത്ത് എപ്പോഴും ഡിഫറൻസസ് വരുന്നത്. ചിലർക്ക് കുറച്ച് മെസ്സേജസും ചിലർക്ക് കൂടുതൽ മെസ്സേജസ് ആയിട്ട് വരുന്നത്. സോ അത് ഞാനായിട്ട് അതിനെ മോണിറ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് എനിക്ക് തോന്നുന്നു അത് എന്താ പറയുക, അത് കൊമേഴ്ഷ്യലായിട്ട് ചെയ്യുന്ന ഒരു സംഭവം പോലെ ആയിപ്പോകുമെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത് അങ്ങനെ നോക്കാത്തത്. ബട്ട് യു വിൽ റിസീവ് വാട്ട് എവർ മെസ്സേജ്, അതായത് നിങ്ങൾക്ക് കിട്ടേണ്ടതൊക്കെ നിങ്ങൾക്ക് റിസീവ് ചെയ്യും. അത് ടൈമിങ് എത്രയായാലും അത് നിങ്ങൾക്ക് റിസീവ് ചെയ്യും എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. I'm so happy to read for you. So thank you so much for watching this video. Bye.